അങ്ങനെ ഭരദ്വാജ മഹർഷി വസിഷ്ഠനെ കണ്ടു. അദ്ദേഹം വലിയ ഉദ്വേഗത്തോടെ എഴുന്നേറ്റ് നിന്നു. അർഘ്യപാദാദികൾ ഒരുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഋഷിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കുമ്പിട്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രയെന്ന് ഭരദ്വാജൻ അറിയാമായിരുന്നു. എല്ലാ അതിഥികളെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. ഔപചാരിക നിലയിൽ എല്ലാവരുടെയും ക്ഷേമത്തെ പറ്റി അന്വേഷിച്ചു. എന്നാൽ ദശരഥ മഹാരാജാവിനെ പറ്റി ഒരു വാക്കും അദ്ദേഹം സംസാരിച്ചില്ല. അന്യോന്യം കുശലങ്ങൾ കൈമാറിയ ശേഷം ഭരദ്വാജൻ പറഞ്ഞു, ഭരത, അങ്ങാണല്ലോ അയോധ്യ രാജാവ്. അങ്ങ് കാട്ടിൽ വരവാൻ എന്താണ് കാരണം? അതറിയാതെ ഞാൻ അമ്പരയ്ക്കുകയാണ്. ആ വൃദ്ധനായ ഋഷി തുടർന്നു, രാമനോട് 14 വർഷം കാട്ടിൽ കഴിയുവാൻ അദ്ദേഹത്തിൻ്റെ പിതാവായ ദശരഥൻ കൽപ്പിച്ചിരിക്കുകയാണ്. രാമന്റെ കുറ്റം കണ്ടിട്ടല്ല, തൻ്റെ പത്നിയോടുള്ള വാഗ്ദാനം നിറവേറ്റുവാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നിരപരാധിയായ രാമനും പത്നിയും സഹോദരനും ദണ്ഡകാരണ്യത്തിലേക്ക് പോന്നിരിക്കുന്നു. അങ്ങയ്ക്ക് രാജാവാകുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി മാർഗം തെളിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരതനെ എന്തെന്നല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം അതീവ ദുഃഖിതനായി. ഗദ്ഗത കണ്ഠനായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പാപവും ചെയ്തില്ല, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇതുവരെ ഞാൻ അഭിമാനിച്ചിരുന്നു. എന്നാൽ അങ്ങയുടെ വാക്കുകൾ എന്നെ കൊല്ലാതെ കൊല്ലുന്നു. അങ്ങനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയല്ല. എൻ്റെ അമ്മയുടെ പ്രവൃത്തി എനിക്ക് ഇഷ്ടമായിട്ടില്ല. കുതന്ത്രം വഴി അവൾ എനിക്കായി സമ്പാദിച്ചു എന്ന് കരുതുന്ന സ്വീകരിക്കുവാനും ഞാൻ ഒരുക്കുമല്ല. എല്ലാ ധർമ്മനീതികൾക്കും വിരുദ്ധമാണത്. ആ സംഭവ പരമ്പരയിൽ ഞാൻ ഇതീവ ദുഃഖിതനാണ്. ഞാൻ രാമനെ അന്വേഷിച്ചിട്ടാണ് കാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് രാജ്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകി അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുവാനുമാണ് ഞാൻ വന്നത്. എന്നെ വിശ്വസിക്കുവാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. രാമൻ്റെ ഒരു ഭക്തനായി എന്നെ പരിഗണിക്കുവാനും കോസല രാജ്യം എവിടെയാണ് എന്ന് പറഞ്ഞ് അങ്ങ് എന്നെ സഹായിക്കണം. എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ ധൃതിയായിരിക്കുന്നു. ഈ നല്ലവനായ രാജകുമാരനെ വേദനിപ്പിച്ചതിൽ ഭരദ്വാജന് ദുഃഖം തോന്നി. അദ്ദേഹം പറഞ്ഞു, രഘുവംശത്തിലെ ഒരു സന്തതിക്ക് മുതിർന്നവരോട് തോന്നുന്ന ഈ ഭക്തി ഏറ്റവും യുക്തം തന്നെ. അങ്ങയുടെ മനസ്സ് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങയുടെ നിസ്വാർത്ഥ ലോകം അറിയണമെന്ന് കരുതിയാണ്. കൈകൾ കെട്ടി അധോമുഖനായി നിന്നിരുന്ന ഭരതൻ ഋഷി പറയുവാൻ തുടങ്ങിയപ്പോൾ കണ്ണുകൾ ഉയർത്തി ഋഷിയെ നോക്കി നിന്നു. രാമന്റെ വാസസ്ഥലത്തെപ്പറ്റി ഞാൻ പറയാം. അങ്ങയുടെ ജ്യേഷ്ഠൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ചിത്രകൂടം എന്ന പർവ്വതത്തിലാണ് താമസിക്കുന്നത്. കുഞ്ഞെ, ഇന്ന് രാത്രി ഇവിടെ കഴിയും. നാളെ അങ്ങയ്ക്ക് അവിടെ പോയി രാമനെ കാണും. അവിടുത്തെ ആജ്ഞ പോലെ എന്ന് പറഞ്ഞ് ഭരതൻ അന്ന് അവിടെ താമസിക്കുവാൻ നിശ്ചയിച്ചു. ഋഷിക്ക് അതിഥികളെ സൽക്കരിക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം ഭരതനോട് പറഞ്ഞു, അങ്ങ് അല്പം കൊണ്ട് തന്നെ സന്തോഷിക്കുന്നവനാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ സൈന്യത്തെ ഇത്ര ദൂരെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? എനിക്കവരെ വേണ്ട പോലെ സൽക്കരിക്കണമെന്നുണ്ട്. ഭരതൻ പറഞ്ഞു, ആശ്രമത്തിൻ്റെ പ്രശാന്തമായ അന്തരീക്ഷത്തെ ശല്യപ്പെടുത്തുന്നത് തെറ്റാണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രാജാവ് ആശ്രമത്തിലെ അന്തേവാസികളോട് ഏറ്റവും ശ്രദ്ധാപൂർവം പെരുമാറണം. സൈന്യങ്ങൾ വന്നു കയറുമ്പോൾ പുഷ്പങ്ങളും വൃക്ഷങ്ങളും നശിച്ചെന്ന് വരും. മാൻകൂട്ടങ്ങളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും അവർ ഭയപ്പെടുത്തിയെന്നും വരും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവരെ അകലെ നിർത്തിയത്. സൈന്യത്തെ ഇങ്ങോട്ട് വരുത്തുക, ഋഷി പറഞ്ഞു. ഭരതൻ അതനുസരിച്ചു. ഋഷി ജലം പ്രക്ഷോഭിച്ച് വിശ്വകർമാവിനെ ധ്യാനിച്ചു. വിശ്വകർമാവ് പ്രത്യക്ഷപ്പെട്ട് എന്തു വേണമെന്ന് ചോദിച്ചു. ഋഷി പറഞ്ഞു, എനിക്ക് ഈ സൈന്യത്തെ സൽക്കരിക്കണമെന്നുണ്ട്. സൽക്കാരം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. ഇന്ദ്രസദസ്സിൽ നിന്ന് സ്വർഗവാസികൾ അപ്സരസോടുകൂടി എത്തി. അയോധ്യയിൽ നിന്ന് വന്ന സൈന്യങ്ങൾക്ക് സുഭിക്ഷമായ സദ്യ നൽകപ്പെട്ടു. അപ്സരസുകളുടെ പാട്ടും നൃത്തവും സദ്യയ്ക്ക് കൊഴുപ്പ് കൂട്ടി. ഏവരും സന്തോഷത്താൽ തുള്ളിച്ചാടി. സൂര്യനുദിച്ചപ്പോൾ ഭരതൻ ഭരദ്വാജ മഹർഷിയോട് അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തരായി. എൻ്റെ സൈന്യം ഒരിക്കലും ഈ ആശ്രമത്തെ മറക്കില്ല. അവർക്ക് വളരെയേറെ സുഖമായി. ഇപ്പോൾ എനിക്ക് ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകുവാൻ അനുവാദം തന്നാലും അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാവണം. രാമൻ്റെ ആശ്രമത്തിലെത്തുവാനുള്ള വഴി കാണിച്ചു തരുവാനുള്ള ദൈവവും അങ്ങയ്ക്കുണ്ടാവണം. ഭരദ്വാജൻ ഭരതന് മാർഗനിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു, മന്ദാകിനി നദി തീരത്ത് രാമൻ ഒരു ആശ്രമം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങയ്ക്ക് അവിടെ കാണും. ആശ്രമം വിടും മുമ്പ് ദശരഥന്റെ രാജ്ഞിമാർ മഹർഷിയെ നമസ്കരിച്ചു. അവർ അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നിശബ്ദരായി നിന്നു. ഋഷി ഭരതനോട് ചോദിച്ചു, കുഞ്ഞേ,
ഇവർ അങ്ങയുടെ അമ്മമാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരാരുടെ പുത്രന്മാരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും എന്ന് എന്നോട് പറയുക. കൗസല്യയാണ് ആദ്യം വന്നത്. അവളോട് ഒന്നിച്ച് സുമിത്രയും. സർവരാലും വെറുക്കപ്പെട്ട് അവശയായ കൈകേയി ഒടുവിലാണ് വന്നത്. ഭരതൻ പറഞ്ഞു, പ്രഭു, സൗമ്യയും ദുഃഖാർത്തിയും ആഹാരം കഴിക്കിയാൽ ശോചിച്ചിരിക്കുന്നവനുമായ ഇവളുടെ ആധ്യാത്മിക തത്വം മൂലമുള്ള ദിവ്യത്വത്തെ കണ്ടാലും എൻ്റെ അച്ഛൻ്റെ മൂത്ത രാജ്ഞിയാണിവൾ. അതിഥിക്ക് ഉപന്ദ്രനെ പുത്രനായി ലഭിച്ചതുപോലെ പുരുഷസിംഹമായിട്ടുള്ള രാമനെ ഇവൾക്ക് പുത്രനായി ലഭിച്ചു. അവൾ കൗസല്യയാണ്. ഇടത്തെ കൈകൊണ്ട് മുഖം താങ്ങി നിൽക്കുന്ന പുഷ്പങ്ങൾ കൊഴിഞ്ഞ കർണികാരക്കൊമ്പ് പോലുള്ള എത്രയോ വേദന അനുഭവിച്ചു എന്ന് മുഖം വിളിച്ചു പറയുന്ന ഈ സ്ത്രീ ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും മാതാവായ സുമിത്രയാണ്. ഒരു സ്ത്രീ കാരണം എൻ്റെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇവളോടൊന്നിച്ചുള്ള ജീവിതത്തേക്കാൾ ഭേദം മരണമാണെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. പ്രിയപുത്രനെ വേർപെടുന്നുള്ള ജീവിതം വ്യർത്ഥമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിന് അദ്ദേഹത്തെ നിർബന്ധിതയാക്കിയ ആ സ്ത്രീ അഹങ്കാരിയാണ്, ലോഭിയാണ്, ഹൃദയശൂന്യയാണ്, പാപിഷ്ടയാണ്, വഞ്ചകയാണ്. എൻ്റെ പിറകിൽ നിൽക്കുന്ന ആ സ്ത്രീ എൻ്റെ അമ്മയായ കൈകേയിയാണ്. ഭരതന് കഠിനമായ കോപമുണ്ടായി. അദ്ദേഹം ദീർഘശ്വാസം വിട്ടു. അദ്ദേഹത്തിന് ശബ്ദം പൊന്താതെയായി. ഒരിക്കൽ കൂടി കണ്ണിൽ കണ്ണീർക്ക് നിറഞ്ഞു. ഭരദ്വാജൻ അദ്ദേഹത്തെ ദയാപുരസ്സരം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഭരത, അമ്മയെ ഇങ്ങനെ കുറ്റക്കാരിയാക്കരുത്. ദിവ്യദൃഷ്ടി കൊണ്ട് ഭാവിയെക്കുറിച്ചറിയുവാൻ എനിക്ക് കഴിയും. രാമൻ്റെ ഈ പ്രവാസം ലോകനന്മയ്ക്ക് വേണ്ടിയാണ്. വനവാസികളായ ഋഷിമാരുടെ ഗുണഗോത്രത്തിന് വേണ്ടിയാണ്. അതുപോലെ ദേവന്മാർക്കും മറ്റെല്ലാ സ്വർഗവാസികൾക്കും അത് ഗുണത്തെ പ്രദാനം ചെയ്യും. ഈ സ്ത്രീയെ നിന്ദിക്കുന്നത് നിർത്തും. ഭരതൻ ഋഷിയോട് യാത്ര പറഞ്ഞു. സൈന്യത്തോടൊപ്പം രാമന്റെ ആശ്രമത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. തലേന്ന് രാത്രിയിലെ ഉത്സവലഹരിയിൽ ഉണരുവാൻ അവർക്ക് കുറച്ചു സമയം വേണ്ടി വന്നു. അവർ തെക്കു പടിഞ്ഞാറ് ഭാഗം നോക്കി അതിവേഗം യാത്ര ചെയ്തു. അവർ കാടും നദികളും മലകളും കടന്നുപോയി. അവരുടെ ബഹളം കേട്ട് കാട്ടുജന്തുക്കൾ ഭയപ്പെട്ട് ഗുഹകളിൽ നിന്ന് പുറത്തു വന്ന് വേറെ രക്ഷമാർഗം തേടി. എവിടെ നോക്കിയാലും ആനകളും മാൻകൂട്ടങ്ങളും ദൃശ്യമായിരുന്നു. വൃക്ഷങ്ങളിൽ വിവിധതരം വാനരന്മാരുടെ കൂട്ടത്തെ കാണുവാമായിരുന്നു. യമുനയുടെ തെക്കേക്കരയിലൂടെ കുറേ ദൂരം പോയ ശേഷം ഭരതൻ പറഞ്ഞു, ഭരദ്വാജൻ സൂചിപ്പിച്ച സ്ഥലം അടുത്തു വന്ന് എനിക്ക് തോന്നുന്നു. ഇതായിരിക്കണം മന്ദാകിനി നദി. ഈ ഇടിതിങ്ങിയ കാടാവണം അദ്ദേഹം പറഞ്ഞ സ്ഥലം. അതൊരു കരിമേഘം പോലെ കാണപ്പെടുന്നുണ്ട്. ശത്രുഘ്ന, ഇവിടെ പുഷ്പങ്ങളുടെ സ്മൃതി നോക്കൂ. കൊഴിഞ്ഞു വീണ പുഷ്പങ്ങൾ കൊണ്ട് താഴ്വാരം മൂടിയിരിക്കുന്നു. മന്ദമാരുതൻ ഏറ്റവും സുഖപ്രദമായിരിക്കുന്നു. ഈ സ്ഥലം സ്വർഗതുല്യം തന്നെ. എൻ്റെ ജ്യേഷ്ഠൻ തക്ക സ്ഥലം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തപസ്സുകൾ ആഗ്രഹിക്കുന്ന പരമമായ ശാന്തി ഇവിടെ വിളയാടുന്നുണ്ട്. ഭടന്മാരോട് വഴിയുണ്ടാക്കി മുമ്പിൽ നടക്കുവാനും ആശ്രമം കണ്ടുപിടിക്കുവാനും പറയൂ. ചിത്രകൂട പർവ്വതത്തിലുള്ള ആശ്രമത്തിൽ രാമലക്ഷ്മണന്മാരും സീതയും സുഖമായി കഴിഞ്ഞുകൂടി. പ്രകൃതിയുടെ സുലഭതയാൽ അനുഗ്രഹീതമായിരുന്നു അവിടം. പുഷ്പങ്ങളെയും മാൻകൂട്ടത്തെയും പക്ഷികളെയും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന സീതയ്ക്ക് അവിടെ പരമസുഖമായിരുന്നു. ദിവസേന അവർ ഓരോന്നും കണ്ടുപിടിക്കും. അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ നഗരത്തിലെ സുഖസൗകര്യങ്ങളുടെ അഭാവത്തെയും തങ്ങൾ വനവാസിയാണെന്നുള്ള കഥ തന്നെയും അവർ മറന്നു തുടങ്ങി. നദിക്കരയിലിരുന്ന് മയിലുകൾ ആടുന്നതും പക്ഷികൾ സാഹോത്സവം പാടുന്നതും ആസ്വദിച്ചുകൊണ്ട് അവർ സമയം പോക്കി. നദി സംഗീതധ്വനി ഉയർത്തിക്കൊണ്ടൊഴുകി. ഈ സന്തുഷ്ടമായ അന്തരീക്ഷത്തിൽ രാമൻ ഏറെ ആഹ്ലാദിച്ചു. ഇങ്ങനെ സന്തോഷിച്ചിരിക്കെ ഒരു ദിവസം ഒരാനക്കൂട്ടം അമ്പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അവർ കണ്ടു. രാമൻ ആ ഭാഗത്തേക്ക് കണ്ണോടിച്ചു. കുറെ ദൂരത്തു നിന്ന് അസാധാരണമായ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഭൂകമ്പം പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. അതിൻ്റെ ആഘാതത്താൽ ഭൂമി കുലുങ്ങുന്നു. പരമശാന്തി വിളയാടിയിരുന്ന ഈ സ്ഥലത്ത് പെട്ടെന്നാണ് ഈ ശബ്ദമുണ്ടായത്. അത് ജന്തുക്കളെ ഭീതിപ്പെടുത്തുന്നു. ആ മാൻകൂട്ടം എത്ര ഭയപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കൂ. കാട്ടുമൃഗങ്ങളും പരിഭ്രാന്തരായിരിക്കുന്നു. വേട്ടയാടുവാൻ വേണ്ടി ഏതോ രാജാവോ രാജകുമാരനോ കാട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവം? അന്വേഷിച്ചിട്ട് വരും. ലക്ഷ്മണൻ ഒരു വലിയ സാലവൃക്ഷത്തിൽ കയറി. അതിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കി. പൂർവ്വഭാഗത്തായി അദ്ദേഹം ദൃഷ്ടി ഉറച്ചു. ഒരു വലിയ ചതുരംഗ സേനയെ അദ്ദേഹം അവിടെ കണ്ടു. ശ്രദ്ധാപൂർവം നോക്കിയപ്പോൾ അതിൻ്റെ കൊടിയടയാളവും അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. വൃക്ഷാഗ്രഹത്തിൽ നിന്ന് കൊടും തന്നെ വികാരവിവശനായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഉടനെ തീ കെടുത്തു.
എളുപ്പം കണ്ടെത്താനാവാത്ത ഒരു സ്ഥലത്തേക്ക് സീതയെ കൊണ്ടുപോകും. ആരും കാണാത്ത വിധം അവളെ ഒളിപ്പിക്കും. അങ്ങ് വില്ലെടുത്ത് ഞാണ് കിട്ടു. വേഗം പോയി പടച്ചട്ടയണിയും. ആപത്ത് നമ്മെ അതിവേഗം അടുക്കുകയാണ്. ലക്ഷ്മണന്റെ പരിഭ്രമം കണ്ട് രാമന് വിനോദമാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണ, ആരുടെ സൈന്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ലപോലെ നോക്കി എന്നോട് പറയൂ. അഗ്നിയുടെ അവതാരം പോലെ തോന്നപ്പെട്ടു ലക്ഷ്മണൻ. കഴിയുമായിരുന്നെങ്കിൽ ആ സൈന്യത്തെയാകെ ദഹിപ്പിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു, കൈകേയി പുത്രനായ ഭരതൻ കിരീടധാരണ ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് സിംഹാസനം ഉറപ്പിക്കണമെന്നുണ്ട്. എന്നെയും അങ്ങേയും നാമാവിശേഷമാക്കണമെന്നുമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഥത്തിൽ സുപരിചിതമായ കോവിതാര അടയാളവും ഞാൻ കണ്ടു. എല്ലാവരും വലിയ ഉത്സാഹം എതിർപ്പും കാണുന്നുണ്ട്. വരൂ, അടിവാരത്തിൽ ചെന്ന് നമ്മുടെ അസ്ത്രങ്ങൾ കൊണ്ട് നമുക്കവരെ സ്വാഗതം ചെയ്യാം. അല്ലെങ്കിൽ വില്ലും ശരവുമായി നമുക്കിവിടെ കാക്കാം. നമുക്ക് ആ കൊടി കൈയടക്കാം. സീതയ്ക്കും അങ്ങയ്ക്കും വരുത്തി കൂട്ടിയ കഷ്ടപ്പാടുകൾ കണ്ടതിനു ശേഷവും താൻ ഭരണത്തിന്റെ മുഖത്ത് നോക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ? അവൻ കാരണമാണ് അങ്ങ് നാടുകടപ്പപ്പെട്ടത്. അവനെ കൊല്ലുവാൻ എൻ്റെ കൈ ധരിക്കുകയാണ്. അതിലൊരു പാവവും ഞാൻ കാണുന്നില്ല. നമ്മെ കൊല്ലുവാൻ കൽപ്പിച്ച കൂട്ടത്തിലാണ് അയാൾ. നമ്മുടെ ജീവനെ കാത്തുരക്ഷിക്കുവാൻ ഞാൻ അവനെ കൊല്ലും. കോസല രാജ്യം അതിൻ്റെ യഥാർത്ഥ അവകാശി തന്നെ ഭരിക്കുകയും ചെയ്യും. ആന കടപുഴുകി വീഴ്ത്തിയ വൃക്ഷം പോലെ കൈകേയി നിലംപതിക്കും. അതിൽ ഞാൻ ഏറെ ആനന്ദിക്കും. അവളെയും അവളുടെ പരിചാരകന്മാരെയും മുഴുവൻ ഞാൻ കൊല്ലും. അങ്ങ് പറയുക, കാരണം ഇത്രയും നാൾ ഞാൻ എൻ്റെ കോപം ഉള്ളിൽ അടക്കിക്കൊണ്ട് മിണ്ടാതിരുന്നതാണ്. അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു. എന്നാൽ ഉണങ്ങിയ ഇലക്കൂമ്പാരത്തിൽ തീ പിടിക്കും പോലെ എൻ്റെ കോപം ആളിക്കത്തുകയാണ്. കൂർത്ത എൻ്റെ ശരങ്ങൾ കൊണ്ട് ആ സൈന്യത്തിലുള്ള എല്ലാവരുടെയും ഹൃദയം ഞാൻ കുത്തിക്കീറും. ഈ പർവ്വതത്തിൽ രക്തനദി ഒഴുകും. ഞാൻ കൊല്ലുന്ന മനുഷ്യരുടെ ശവശരീരങ്ങൾ കാട്ടുജന്തുക്കൾക്ക് വളരെ അകലത്തേക്ക് ഭക്ഷണമായി തീരും. എൻ്റെ ശരീരങ്ങൾ തുരുമ്പ് പിടിക്കുകയാണ്. ഞാനത് ഭരതനിൽ പ്രയോഗിക്കും. അവൻ്റെ മരണത്തിൽ ഞാൻ ആഹ്ലാദിക്കുകയും ചെയ്യും. ലക്ഷ്മണന്റെ കോപാവിശേഷം കണ്ട് രാമൻ അതീവ ദുഃഖമുണ്ടായി. സൗമ്യ ശാന്തനുമായ വാക്കുകളാൽ അദ്ദേഹം ലക്ഷ്മണ സമാധാനത്തിൽ എത്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണ, ഭരതൻ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തിനു ആയുധമെടുക്കണം? ഞാൻ എൻ്റെ അച്ഛനോടും ചെയ്ത വാഗ്ദാനം നിനക്ക് നല്ലതുപോലെ അറിവുള്ളതാണ്. നീ ഇപ്പോൾ ഭരതനെ കൊല്ലുവാനാണ് ആഗ്രഹിക്കുന്നത്. പിതാവിനോടുള്ള വാഗ്ദാനം ലംഘിച്ചും സഹോദരവധത്തിൻ്റെയും പാവം ഏറ്റെടുത്തും ഞാൻ അയോധ്യയിലെ രാജാഭരണമാകുമെന്ന്. ഈ വിധമുള്ള ചിന്ത എനിക്ക് സ്വാഗതമാർഹമാകുമെന്നാണോ നീ കരുതുന്നത്? ഒരു ബന്ധുവിനെയോ മിത്രത്തെയോ വധിച്ചിട്ട് കിട്ടുന്ന ധനം വിഷാണം ഭുജിക്കും പോലെയാണ്. ഞാനതിനെ നോക്കുക പോലുമില്ല. നമ്മുടെ പിതാവ് എനിക്ക് സിംഹാസനം നൽകിയ വേളയിൽ ഞാൻ നിന്നോട് ചിലതെല്ലാം പറഞ്ഞു. നിനക്കോർമ്മയുണ്ടോ? ലക്ഷ്മണ, ഞാൻ പറയുകയുണ്ടായി, സഹോദര, ഞാൻ നിന്നെ അനുമോദിക്കുന്നു. നമുക്കൊന്നിച്ച് രാജ്യം ഭരിക്കാം. നിനക്കെൻ്റെ അനുമോദനം. സഹോദരന്മാരോട് സഹകരിച്ച് രാജ്യം ഭരിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചു മാത്രമാണ് ഞാൻ രാജാവാകണമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ അവരുടെ ക്ഷേമത്തിൻ്റെയും സുഖത്തിൻ്റെയും ചിന്ത മാത്രമേ ഉള്ളൂ. സമുദ്രപരന്തയുള്ള ലോകം മുഴുവൻ ജയിക്കുവാൻ എനിക്ക് കഴിയും. എന്നാൽ അധർമ്മം വഴി ലഭിച്ച ഇന്ദ്രപദവി പോലും ആകാര്യമല്ല. സഹോദരന്മാരെ നഷ്ടപ്പെട്ടുകൊണ്ടേ സുഖം ലഭിക്കുമെങ്കിൽ ആ സുഖം എനിക്ക് വേണ്ട. ലക്ഷ്മണൻ നിശബ്ദനായിരുന്നു. രാമൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അനുജ, എനിക്ക് വേണ്ടിയാണ് നീ കോപിക്കുന്നതെന്ന് എനിക്ക് തികച്ചും മനസ്സിലാകുന്നു. എനിക്ക് വേണ്ടി ഭരതനെ കൊല്ലുവാനും ആഗ്രഹിക്കുന്നു. ഭരതൻ്റെ ആഗമന ഉദ്ദേശം ഞാൻ പറയാം. ഭരതൻ്റെ സഹോദര സ്നേഹം അതിരറ്റതാണ്. ഞാനും ഭരതനെ എൻ്റെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്. ഭരതനത് അറിയുകയും ചെയ്യാം. ഭരതൻ രാജധാനിയിൽ മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ അഭാവത്തിൽ നടന്ന അനിഷ്ടങ്ങളായ സംഭവ പരമ്പരകളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. നമ്മൾ രണ്ടുപേരും സീതയും ഋഷിമാരെ പോലെ ജഡാവൽക്കരികാദികളായി കാട്ടിൽ വസിക്കുകയാണെന്നറിഞ്ഞ ദുഃഖിതനായ അയാൾ നമ്മെ കാണുവാൻ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തപസ്വിയും സാത്വികയുമായ ഭരതൻ അമ്മ ചെയ്ത പാപകർമ്മത്തിൽ അവളെ ശാസിച്ചിരിക്കും എന്നെനിക്ക് തീർച്ചയാണ്. രാജ്യം എനിക്ക് നൽകാമെന്ന് നമ്മുടെ അച്ഛനെ നിർബന്ധിച്ചിരിക്കും. എന്നെ പ്രേരിപ്പിച്ച് അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുപോകുവാനാണ് ഭരതൻ വരുന്നത്. ഭരതനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സ്വാഭാവികം മാത്രമാണ്. നമ്മെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമൊന്നും അയാൾക്കില്ലെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരാം. ലക്ഷ്മണ, അയാളോട് ഇത്രയൊക്കെ കോപിക്കുവാൻ സാധുവായ ഭരതൻ നിന്നോട് എന്തപരാധം ചെയ്തു? നീ അയാളെ സംശയിക്കുന്നത് എന്തിനാണ്? ഭരതനെ ദുഷിക്കുന്നത് ശരിയല്ല. എനിക്കത് ഇഷ്ടമല്ല. നീ ഭരതനെ ദ്രോഹിക്കുന്നത് എന്നെ ദ്രോഹിക്കുന്നതിന് സമമാണ്. ലക്ഷ്മണ, എന്താപക്കെട്ടുമുണ്ടായാലും പുത്രന്മാർ തങ്ങളുടെ പിതാവിനെ കൊല്ലാറുണ്ടോ? ഒരു സഹോദരൻ തൻ്റെ സഹോദരനെ വധിക്കാറുണ്ടോ?
ഒരുപക്ഷെ നീ രാജ്യം കാംക്ഷിക്കുന്നുണ്ടാവും. ഭരതനോടുള്ള ഈ ദോഷത്തിന് കാരണം തന്നെ നിമിത്തമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിന്റെ അഭിലാഷം ഉടനടി നടപ്പിലാക്കാം. ഭരതൻ ഇവിടെ എത്തുന്ന നിമിഷം ഞാൻ പറയും, ഭരത രാജൻ ലക്ഷ്മണനെ നൽകൂ എന്ന്. ഉടൻ ഭരതൻ പറയുക തന്നെ ചെയ്യും അങ്ങയുടെ ഇഷ്ടം എന്തായിരിക്കുമെന്ന്. രാമന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ലജ്ജിച്ച് തല താഴ്ത്തി. രാമന്റെ നിർദ്ദേശം അത്രയധികം അപമാനകരമായി തോന്നി അദ്ദേഹത്തിന്. സഹോദര ബുദ്ധിയാ തന്റെ പെരുമാറ്റം അക്ഷന്ത്യമായി പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി. ഭരതനെ ശിക്ഷിക്കുവാനുള്ള തന്റെ ഉദ്ദേശത്തെ രാമൻ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചതെന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം വേദനിപ്പിച്ചത്. അദ്ദേഹം ഒന്നും മിണ്ടാതെ നമ്രമുഖനായി നിശ്ചലം നിന്നു. സന്ദർഭാനുസരണം വിഷയം മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങയെ കാണുവാൻ സൈന്യസമേതം വരുന്നത് നമ്മുടെ പിതാവാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അങ്ങയില്ലാതെ അദ്ദേഹത്തിന് കഴിയുവാൻ വയ്യ. ലക്ഷ്മണന്റെ വികാരം എത്രത്തോളം അധംപതിച്ചുവെന്ന് രാമന് മനസ്സിലായി. അതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ നീ പറയുന്നത് ശരിയായിരിക്കാം. രാജാവ് ഒരു പുനരാലോചന ചെയ്തിരിക്കും. നമ്മുടെ കാട്ടിൽ ജീവിക്കുന്നത് അദ്ദേഹത്തിന് പൊറുക്കാൻ കഴിയാതെ വന്നിരിക്കും. അത്യാംബരത്തോടെ നമ്മെ വളർത്തിയ അദ്ദേഹത്തിന് ഓർമ്മ വന്നിരിക്കും. തന്നോടൊപ്പം നമ്മെ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചിരിക്കും. അത്യന്തം ലാളനമറ്റുന്ന വളർന്ന സീത എനിക്ക് വേണ്ടി സ്വീകരിച്ച പരുക്കൻ ജീവിതം സഹിക്കുവാൻ വയ്യാതെ അവൾ ശക്തിയില്ലെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. നോക്കൂ ലക്ഷ്മണ, നമ്മുടെ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുതിരകളതാ. എൻ്റെ സന്തത സഹചാരിയും ശ്രേഷ്ഠനുമായ ശത്രുഘ്നനെ ഞാൻ ആ സൈന്യമധ്യേ രാജകട്ടിയിൽ നടക്കുന്നത് കാണുന്നുണ്ട്. നമ്മുടെ പിതാവിൻ്റെ വെള്ളക്കൂട മാത്രം കാണുവാനുമില്ല. സൈന്യം ഒരിടത്ത് വന്ന് നിൽപ്പായി. ആ സഹോദരന്മാർ നോക്കിക്കണ്ടു. ജ്യേഷ്ഠനെ മാനിച്ചാണ് സൈന്യം നിൽക്കട്ടെ എന്ന് ഭരതൻ കൽപ്പിച്ചതെന്ന് അവർ അറിഞ്ഞില്ല. തിരിയാൻ വേണ്ടി ഭരതൻ അയച്ച ആൾക്കാർ ഉത്സാഹപ്രദരായി മടങ്ങി വന്നു ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചകലെയായി സമരപ്പായതും ജനവാസമില്ലാത്തതുമായൊരു സ്ഥലമുണ്ട്. അവിടെ ആകാശത്തേക്ക് പുക വരുന്നത് ഞങ്ങൾ കണ്ടു. രാജകുമാരന്മാർ അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണ്. ഒരുപക്ഷെ ചില തപസ്വികളാകാം അവിടെയുള്ളത്. ഞങ്ങളുടെ ഉള്ളത് പറയുന്നത് രാമന്റെ ആശ്രമം വന്നു തന്നെയാണ്. ഭരതൻ വികാരം കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി. അദ്ദേഹം സൈനികരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അങ്ങോട്ട് കടക്കണ്ട. നിർദ്ദേശത്തിനായി കാത്തു നിൽക്കുക. സുമന്ത്രനും ധൃതിയും ഞങ്ങളും അനുഗമിക്കട്ടെ. സൈന്യം അവിടെ താവളം അടിച്ചു. ഭരതനും ശത്രുഘ്നനും മറ്റു രണ്ടുപേരും വഴികാട്ടുകൾ ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെ നടന്നു. ഭരതൻ പുക പൊങ്ങുന്ന ആകാശത്തേക്ക് ആകാംക്ഷപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. യാത്ര അവസാനിച്ചുവെന്നും രാമനെ കണ്ടുമെന്നും ഒരു തോന്നലുണ്ടാകുക കാരണം ഭരതൻ ഇരപ്പുറയ്ക്കാതെയായി. വളഞ്ഞു പുളഞ്ഞ് മേൽപോട്ട് വരുന്ന പുക കാണപ്പെട്ട സ്ഥലത്തേക്ക് അദ്ദേഹം നടന്നു. അദ്ദേഹം പറഞ്ഞു, ശത്രുഘ്ന, ആൾക്കാരെ കൂട്ടി ഇവിടമെല്ലാം തിരഞ്ഞ് ആശ്രമം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ഗുഹനും തൻ്റെ ആൾക്കാരെ കൂട്ടി അപ്രകാരം ചെയ്യട്ടെ. ഞാനും അങ്ങനെ ചെയ്യാം. രാമനെ കാണും വരെ എനിക്ക് സമാധാനമുണ്ടാവില്ല. അദ്ദേഹത്തെ സിംഹാസനത്തിലിരുത്തി രാജ്യം അദ്ദേഹത്തിൽ അർപ്പിക്കും വരെ എനിക്ക് വിശ്രമമില്ല. എൻ്റെ ശിരസ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാനും അവയെ കണ്ണീർ കൊണ്ട് കഴുകുവാനും എനിക്ക് ധൃതിയായി. അദ്ദേഹത്തോട് സദാ കഴിയുവാൻ ഭാഗ്യം ലഭിച്ച ലക്ഷ്മണനോട് എനിക്ക് അസൂയ തോന്നുന്നു. രാമൻ ദാസിക്കുന്നതുകൊണ്ട് ഈ ചിത്രകൂട പർവ്വതം അനുഗ്രഹീതമായിരുന്നു. ഇന്ദ്രന്റെ നന്ദന ദൗത്യം പോലെയാണിത്. രാമന്റെ ദൃഷ്ടി പതിക്കിയാൽ ഇവിടെയുള്ള വൃക്ഷങ്ങളും ജന്തുക്കളും എന്നേക്കാൾ ഭാഗ്യമുള്ളവയാണ്. ഭരതൻ ഒരു സാലവൃക്ഷത്തിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ ആശ്രമം വളരെ അടുത്തായി കണ്ടു. അദ്ദേഹത്തിന് പുക വളരെ വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. അദ്ദേഹം രോമാഞ്ചം പൂണ്ടു. ഇതുവരെ അനന്തമായി തോന്നിയിരുന്ന ഒരു സമുദ്രത്തിന്റെ അക്കരെ എത്തിയ പ്രതീതിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഭരതൻ ഗുഹനെ കൈകാട്ടി വിളിച്ചു. അദ്ദേഹത്തോടൊപ്പം അതിവേഗം ആശ്രമത്തിന് നേരെ നടക്കുകയും ചെയ്തു. അദ്ദേഹം ശത്രുഘ്നെയും കൈകാട്ടി വിളിച്ചു. ആശ്രമം കണ്ടെത്തിയെന്ന് ശത്രുഘ്നന് മനസ്സിലായി. അദ്ദേഹം വസിഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു, അവിടെ വന്ന് അമ്മമാരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ പുറകെ വന്നാലും ഞാൻ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് എഴുതട്ടെ. സുമന്ത്രൻ ശത്രുഘ്നോടൊപ്പം നടന്നു. അദ്ദേഹത്തിന് രാമനെ കാണുവാൻ ഭരതനെ പോലെ ഔത്സുക്യമുണ്ടായിരുന്നു. അവർ ഒന്നും മിണ്ടാതെ അതിവേഗം നടന്നു. ഭരതന്റെ ഹൃദയം സന്തോഷത്താൽ പെട്ടെന്നൊന്നില്ലാതെയായി. താൻ ജ്യേഷ്ഠനെ കാണുവാൻ പോവുകയാണ്. തൻ്റെ അമ്മ അദ്ദേഹത്തിൽ നിന്ന് തട്ടിപ്പറിച്ച രാജ്യം അല്പനിമിഷങ്ങൾക്കുള്ളിൽ താൻ അദ്ദേഹത്തിന് തന്നെ മടക്കിക്കൊടുക്കും. രാമൻ തന്നോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു വരും. ഇനി സർവത്ര ആനന്ദം കളിയാടുകയായി. ആകാശത്തിൽ കൂറ്റൻ വെള്ളിമേഘങ്ങൾ ഒഴുകി നടക്കും. അതുപോലെയുള്ള ചിന്തകൾ ഭരതന്റെ മനസ്സിൽ ഒഴുകി നടന്നു. ആശ്രമത്തിൻ്റെ അടുത്ത് അവർ എത്തി. ആശ്രമം വളരെ ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നത്. നിത്യോപയോഗത്തിനുള്ള വിറക് അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. പൂജാപുഷ്പങ്ങളും അവിടെ ധാരാളം പറിച്ചു വരുന്നു. ജ്യേഷ്ഠപൂജയ്ക്കായി കരുതി വെച്ചതാവാം അത്. വൃക്ഷക്കൊമ്പുകളിൽ തിത്തിരപക്ഷികൾ തടമായിരുന്നു. അവിടെ മരപുരകൾ ഉണക്കുവാനിട്ടു. വറളുകളിൽ കുണ്ടുകളിൽ സൂക്ഷിച്ചിരുന്നു. ഭരതൻ പറഞ്ഞു, ഭരദ്വാജ മഹർഷി വിവരിച്ചു പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ജനവാസത്തിന്റെ ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നുണ്ട്.
ഔപാസാനഗ്നിയുടെ പുക കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ഒരു തപസ്യയെ പോലെ എൻ്റെ ജ്യേഷ്ഠൻ ഈ ആശ്രമത്തിൽ ജീവിക്കുന്നുണ്ട്. ഉടൻ ഞാൻ അദ്ദേഹത്തെ കൺകുളർക്കെ കാണും. അവർ രാമാശ്രമത്തിൻ്റെ അടുത്തെത്തി. സാലവൃക്ഷം, പന, അശ്വകർണവൃക്ഷം എന്നിവ കൊണ്ടാണ് ആശ്രമം നിർമ്മിച്ചിരുന്നത്. ഇലകൾ കൊണ്ട് മേഞ്ഞ അതിൻ്റെ പ്രവേശനദ്വാരത്തിൽ നനുത്ത ദർഭപ്പുല്ല് വിരിച്ചിരുന്നു. വാതിൽ കൂടി നോക്കിയാൽ സ്വർണമായ വില്ലുകൾ കാണാമായിരുന്നു. ശരങ്ങൾ നിറഞ്ഞ ആവനാഴി അവിടെ ഉണ്ടായിരുന്നു. രത്നം പതിച്ച സ്വർണ്ണ നിർമ്മിതമായ ഉറകളിൽ വാളുകൾ തങ്ങിക്കിടക്കുന്നു. പരിചകളും വില്ലുറകളും അവിടെ കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിംഹതുല്യം വിരിഞ്ഞ മാർവിടത്തെയും ആഭരണ വിഹീനങ്ങളായ ആജാനുബാഹുകളെയും താമരതളം പോലെയുള്ള കണ്ണുകളെയും ഭരതൻ കണ്ടു. അഗ്നിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. സകരാന്തമായ ഭൂമിയെ ഭരിക്കേണ്ടിയായിരുന്ന ഈ രാജകുമാരൻ ഇപ്പോൾ സീതയോടൊപ്പം ഒരു ബ്രഹ്മചാരിയെ പോലെ ഇരിക്കുകയാണ്. ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ലക്ഷ്മണൻ അദ്ദേഹത്തെ അടുത്തായി നിന്നിരുന്നു. ഭരതൻ കുറെ നേരം അനങ്ങാതെ നിന്നു. പിന്നീട് അദ്ദേഹം രാമന്റെ അടുത്തേക്ക് പാഞ്ഞു. കണ്ണുകൾ പൂർണ്ണങ്ങളായിരുന്നതിനാൽ അദ്ദേഹത്തിനൊന്നും വ്യക്തമായി കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം. നിരുഷ്ടകണ്ഠനായി അദ്ദേഹം ഇങ്ങനെ പറയുവാൻ തുടങ്ങി. നിരവധി പരിചാരകനാൽ സേവിതനായി രാജസദസ്സിൽ ഇരിക്കേണ്ട എൻ്റെ ജ്യേഷ്ഠൻ കാട്ടുജന്തുക്കൾക്കിടയിൽ ദർഭപ്പുല്ലും പിരിച്ച് ഇതാ വെറും നിലത്തിരിക്കുന്നു. മിനുസമേറിയ പട്ടുവസ്ത്രങ്ങൾക്ക് പകരം അദ്ദേഹം ഇപ്പോൾ മരവുരിയാണ് ഉടുത്തിരിക്കുന്നത്. വിസ്തൃതമായ മാറത്തും നീണ്ട കൈകളിലും ചന്ദനം പൂശിക്കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ പൊടിപടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു. സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അനുഭവിച്ചു വളർന്ന അദ്ദേഹം ഇപ്പോൾ കഠിന ജീവിതം നയിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണ്. ലോകം നിന്ദിക്കുന്നത് തന്നെയാണ് എന്നെ. ഈ കാഴ്ച കാണും മുമ്പ് ഞാൻ മരിക്കേണ്ടതായിരുന്നു. മുഖമാകെ കണ്ണീരിലൊഴുകിക്കൊണ്ട് ഭരതൻ രാമന്റെ സമീപത്തിലേക്ക് നീങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ പാദത്തിനടുത്തെത്തിയതോടെ താഴെ നിലത്ത് വീണു. അദ്ദേഹം രാമന്റെ നേരെ നോക്കി. രാമ, എൻ്റെ രാമ എന്ന് മാത്രം പറയാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഭരതനോടൊപ്പം ഉണ്ടായിരുന്ന ശത്രുഘ്നനും ഒപ്പം പാദത്തിൽ വീണു. രാമൻ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കണ്ണീരൊഴുകിക്കൊണ്ട് അവരെ ആലിംഗനം ചെയ്തു. ആ സഹോദരന്മാരുടെ സൗഹാർദ്ദപൂർണമായ ഒരു സംഗമമായിരുന്നു അത്. ശുക്രനും ബൃഹസ്പതിയും സൂര്യചന്ദ്രന്മാരുമായ പോലെ അവർ കാണപ്പെട്ടു. ഗുഹനോടൊപ്പം വന്നു ചേർന്ന സുമന്ത്രന് അങ്ങനെയാണ് തോന്നിയത്. രാമൻ സ്വന്തം കണ്ണീർ തുടച്ച് ഭരതന്റെ നേരെ നോക്കി. ഭരതൻ മരവുരിയാണ് ഉടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം ജടയും ധരിച്ചിരുന്നു. വളരെയധികം ശോഷിച്ചിരുന്നതിനാൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ തന്നെ പ്രയാസമായിരുന്നു. പൊടി കൊണ്ട് മൂടിയതിനാൽ അദ്ദേഹം നിറം മങ്ങിയിരുന്നു. അദ്ദേഹം നിലംപതിച്ച യുഗാന്ത സൂര്യനെ പോലെ തോന്നപ്പെട്ടു. രാമൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആശ്ലേഷിച്ചു. ഒരു കുഞ്ഞിനെ എന്ന പോലെ മടിയിൽ കയറ്റിയിരുത്തി അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നമ്മുടെ പിതാവ് രാജഭാരം ചെയ്യുമ്പോൾ നീ ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ നിന്നെ കണ്ടിട്ട് കുറേ നാളായി. യാത്രാമാലിന്യവും പരിച്ഛതയും നിന്നിൽ ഞാൻ കാണുന്നു. നീ കാട്ടിലേക്ക് വന്നത് എന്തിനാണ്? അച്ഛനെ ഒറ്റയ്ക്കാക്കി നീ ഇങ്ങനെ വരരുതായിരുന്നു. നമ്മോടുള്ള വേർപാട് അദ്ദേഹം സൈരീര്യം പൊറുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഇത്ര തന്നെയാണെന്ന് പറയുവാൻ വിഷമമാണ്. സ്വന്തം ധാർമ്മിക പ്രവൃത്തികൾ മൂലം സ്വർഗപ്രാവർത്തിക്ക് അർഹനായി തീർന്നിട്ടുള്ള തപസ്യായ രാജാവിന്, എൻ്റെ പ്രിയ പിതാവിന് സുഖം തന്നെയല്ലേ? എൻ്റെ അമ്മമാരുടെ സ്ഥിതി എന്താണ്? കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവരുടെ, നമ്മുടെ ഗുരു വസിഷ്ഠന് സൗഖ്യമല്ലേ? ആയുധ പരിശീലനത്തിൽ നമ്മുടെ ഉപദേഷ്ടാവായ സുധാനാവ് എങ്ങനെയിരിക്കുന്നു? അയോധ്യയിലെ എല്ലാവരെ പറ്റിയും എന്നോട് പറയും. നീ ഇപ്പോൾ കാട്ടിലേക്ക് വന്നതിനുള്ള ഉദ്ദേശവും പറയും. താൻ തടുത്ത കണ്ണുകൾ കൊണ്ട് രാമനെ നോക്കിയിട്ട് ഭരതൻ പറഞ്ഞു, രാമ, ഞാൻ ധർമ്മഭ്രഷ്ടനായിരിക്കുന്നു. അതിനാലാണ് ഞാൻ ഈ മരവരി സ്വീകരിച്ചത്. പ്രഭു, ജ്യേഷ്ഠനിരിക്കെ ഒരനുജന് സിംഹാസനം ആവശ്യപ്പെടുവാൻ പാടില്ല. ഇക്ഷ്വാകു വംശത്തിലെ പാരമ്പര്യം അതാണ്. അങ്ങ് അയോധ്യ അനുഗ്രഹിക്കുവാനായിരുന്നെങ്കിൽ ദയവായി എന്നോടൊപ്പം വരിക. രാജ്യനന്മയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ദയവായി മടങ്ങി വന്ന് കിരീടം സ്വീകരിക്കുക. ഇപ്പോൾ അനാഥമായി തീർന്നിട്ടുള്ള രാജ്യത്തെ അങ്ങ് ഭരിക്കുക തന്നെ വേണം. എങ്ങനെ തുടരണമെന്നറിയാതെ ഭരതനൊന്നും നിർത്തി. സംശയിച്ചു നിൽക്കുന്ന ഭരതനെയും അനാഥം എന്ന വാക്കിനെയും രാമൻ ശ്രദ്ധിച്ചു. നിറഞ്ഞ ആശങ്കയോടെ അദ്ദേഹം ഭരതനെ ചോദ്യം ചെയ്തു. അനാഥം? അങ്ങനെ പറയുവാൻ കാരണം എന്താണ്? നമ്മുടെ അച്ഛനല്ലേ രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം നേതൃസ്ഥാനത്തുള്ളപ്പോൾ കോസലം എങ്ങനെ അനാഥമാകും? ഭരതൻ പൊട്ടിക്കരഞ്ഞു. അനാഥമായി പ്രഭു. ഞാൻ ദൂരെ കേകയത്തിൽ അങ്ങ് ലക്ഷ്മണനും സീതയും എടുത്ത് കാട്ടിലുമായിരുന്ന സമയത്ത് ആ രാജമഹർഷി, ശ്രേഷ്ഠനായ നമ്മുടെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ സമീപത്തേക്ക് യാത്രയായി. അങ്ങയോടുള്ള വിരഹം അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ ഓർത്തുകൊണ്ട് അദ്ദേഹം ജീവൻ പിടിഞ്ഞു. അങ്ങ് പോയതിനു ശേഷം വെറും 5 ദിവസമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. സുമന്ത്രൻ അയോധ്യയിൽ മടങ്ങി വന്ന് അങ്ങ് ഗംഗയ്ക്കപ്പുറം പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ഹൃദയം തകർന്നു. അന്ന് രാത്രി തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. രാമ, അദ്ദേഹത്തിന് പിതൃതർപ്പണം ചെയ്താലും.
ഞാനും ശത്രുഘ്നും അത് ചെയ്തു. പരേതന് പ്രിയപ്പെട്ടവൻ അഞ്ജലി ചെയ്താലേ പ്രേതാത്മാവ് നിവൃത്തിയടയും. ജ്യേഷ്ഠ, അങ്ങയെ എന്നും പിതാവിന് ഇഷ്ടമായിരുന്നു, ഏറ്റവും പ്രിയങ്കരനുമായിരുന്നു. അച്ഛൻ അങ്ങയെപ്പറ്റിയുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങയെ മാത്രമേ അദ്ദേഹം നോക്കിയിരുന്നുള്ളൂ. അങ്ങ് അദ്ദേഹത്തെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം കഠിനമായിരുന്നു. അങ്ങയുടെ മുഖം മാത്രം കാണാൻ ആദേശിച്ചിരുന്ന അദ്ദേഹത്തിന് മറ്റൊന്നും കാണുവാനില്ലാതെയായി. അങ്ങയിൽ മാത്രം ഉറപ്പിച്ചിരുന്ന മനസ്സും മറ്റൊന്നും ചിന്തിക്കുവാൻ വയ്യാതെയായി. ആദി കൊണ്ടുള്ള വ്യാധിയാണ് നമ്മുടെ അച്ഛനെ കൊന്നത്. ആ വാർത്ത കേട്ട് രാമൻ ബോധം കെട്ടു വീണു. അദ്ദേഹം ആകെ തകർന്നുപോയി. പിതാവ് തന്നെ സ്നേഹിച്ചിരുന്നത് പോലെ അദ്ദേഹം പിതാവിനെ സ്നേഹിച്ചിരുന്നു. രാജാവ് മരിച്ചത് താൻ മൂലമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം നിയന്ത്രണാതീതമായി. സാധാരണ നിലയിൽ വികാരങ്ങളല്ലാതെ നിയന്ത്രിക്കുവാൻ ശക്തനായിരുന്ന രാമൻ എന്നാൽ ഈ ദുഃഖം അദ്ദേഹത്തെ സഹനശക്തിയും ഇല്ലാതെയാക്കി തീർന്നു. ഇന്ദ്രന്റെ വജ്രായുധം വഴം വീണതുപോലെ ആഘാതമാണ് ഈ വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചത്. സഹോദരന്മാരും സീതയും വെള്ളം തളിച്ച് അദ്ദേഹത്തെ ഉണർത്തുവാൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് ബോധമുണർന്നപ്പോൾ രാമൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. ഈ വനവാസം മുഴുമിച്ച് അയോധ്യയിൽ തിരിച്ചെത്തി എൻ്റെ പ്രിയപിതാവിൻ്റെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുവാൻ കഴിയുമെന്ന് ഞാൻ മോഹിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അയോധ്യയിൽ ഒന്നും തന്നെ ഇല്ലാതായിരിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ദുഃഖം മൂലമാണ് രാജാവ് മരിച്ചതെന്ന് നിങ്ങൾ പറയുന്നു. മൂത്ത പുത്രനായിട്ടും അച്ഛൻ്റെ പിതൃക്രിയ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അച്ഛൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുവാനും അദ്ദേഹത്തോടുള്ള കടമകൾ നിർവഹിക്കുവാനും സാധിച്ച നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവാന്മാർ തന്നെയാണ്. കോസലം അനാഥമായി എന്ന് നീ പറഞ്ഞത് സത്യമാണ്. 14 വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അയോധ്യയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാവില്ല. എനിക്കിനി ഒരിക്കലും അദ്ദേഹത്തെ കാണുവാൻ കഴിയില്ല. അച്ഛാ എന്നൊരിക്കലെങ്കിലും എനിക്ക് വിളിക്കുവാനും പറ്റില്ല. രാമ എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹാർദ്രമായ വിളി എനിക്കിനി കേൾക്കുവാനും ആവില്ല. രാമൻ കുറെ നേരം കഴിഞ്ഞു. പിന്നീട് സീതയുടെ നേരെ നോക്കി ചോദിച്ചു, സീതേ, ഭരതൻ പറഞ്ഞത് ഭവതി കേട്ടില്ലേ? ഭവതിയുടെ ശ്വശ്വരൻ മരിച്ചിരിക്കുന്നു. ലക്ഷ്മണ, നിനക്കച്ഛൻ നഷ്ടമായിരിക്കും. തീരാ ദുഃഖത്തോടുകൂടി ഇങ്ങനെ കരയുന്ന രാമനെ കണ്ടിട്ട് കണ്ണീരണിയാത്തവരായി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. മരിച്ചുപോയ പിതാവിന് തർപ്പണം നൽകുവാനായി രാമനെ അനുജന്മാർ നദിക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഞാൻ അച്ഛൻ അഞ്ജലി അർപ്പിക്കുകയാണ്. എൻ്റെ അംഗവസ്ത്രം എടുത്തുകൊണ്ടുവരും. ഇങ്കു ദീപാലം കൊണ്ടുണ്ടാക്കിയ ഉരുളയും കൊണ്ടുവരും. സീത മുമ്പിൽ നടക്കട്ടെ, നീ അവളെ പിന്തുടരും. ഞാൻ നിന്റെ പിന്നിൽ നടക്കാം. നദീതീരത്തെത്തിയപ്പോൾ സുമന്ത്രൻ രാമനെ ആശ്വസിപ്പിച്ചു. മുങ്ങാനായി ജലത്തിലിറങ്ങിയ രാമന്റെ കൈ അദ്ദേഹം പിടിച്ചു. ആ സഹോദരന്മാർ മന്ദാകിനിയിൽ മുങ്ങിക്കുളിച്ചു. കൈ കുടയ്ക്കുന്നിടയിൽ ജലമെടുത്ത് അവർ ഇങ്ങനെ പറഞ്ഞു, ഇത് അച്ഛനായി അർപ്പിക്കുന്ന അഞ്ജലിയാണ്. തെക്കോട്ട് തിരിഞ്ഞു നിന്ന് മേൽപോട്ട് നോക്കി തൊഴുതുകൊണ്ട് രാമൻ പറഞ്ഞു, ഹേ രാജാതിരാജ, അങ്ങിപ്പോൾ പിതൃലോകത്തെത്തിയിരിക്കുന്നു. അങ്ങേക്ക് അർപ്പിച്ച് ഈ ജലം സ്വീകരിക്കുമാറാകണമേ. രാമൻ കരയ്ക്ക് കയറി പിതാവിനോട് പിണ്ടം വെച്ചു. ഇങ്കുതിയുള്ള ബധീരബലത്തിന്റെ കുഴമ്പിൽ കൂട്ടിക്കുഴിച്ച ശേഷം നിലത്ത് ദർഭപുല്ല് വിരിച്ച് അതിന്മേലാണ് അദ്ദേഹം പിണ്ടം വെച്ചത്. അഗാധമായ ദുഃഖവും വേദനയും സഹിച്ചുകൊണ്ട് രാമൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഭക്ഷിക്കുന്ന ഏതവനും പ്രതിക്കളും സ്വീകരിക്കണം. ഞങ്ങളിപ്പോൾ ഇതാണ് ഭക്ഷിക്കുന്നത്. ദയവായി ഈ അർഘ്യദാനം സ്വീകരിച്ച് തൃപ്തി അടഞ്ഞാലും. രാമൻ നദിയിൽ നിന്ന് കയറി നടന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം അനുചരന്മാരെ ആലിംഗനം ചെയ്തു. അവരുടെ ദുഃഖം അപാരമായിരുന്നു. ആ മഹാത്മാവിന്റെ ദുഃഖം ചുറ്റുമുള്ളവർക്ക് നിശബ്ദരാക്കി കളഞ്ഞു. ഇത്രയും ആയപ്പോഴേക്കും ഭരതൻ രാമാശ്രമത്തിൽ എത്തിയിട്ടുണ്ടാവും എന്ന് സൈന്യങ്ങൾക്ക് തോന്നി. അവർ അടുത്തേക്ക് ചെല്ലുവാൻ തീരുമാനിച്ചു. അവർക്കും രാമനെ കാണുവാൻ ധൃതിയായിരുന്നു. രാമൻ അയോധ്യ വിട്ടിട്ട് അധികകാലമായിരുന്നില്ല. എങ്കിലും യുഗങ്ങൾ തന്നെ കഴിഞ്ഞതുപോലെയാണ് അവർക്ക് തോന്നിയത്. അതിനാൽ അവർക്ക് നിന്നു പൊറുക്കുവാൻ വയ്യാതെയായി. രാജ്ഞിമാരെ ആരാഞ്ഞ് മന്ദാകിനി നദീ തീരത്തുള്ള വകഞ്ഞു വെച്ച വഴി നോക്കി അവർ നടന്നു. രാമൻ നിത്യവും സ്നാനം നടത്തിയിരുന്ന നദിയാണെന്ന് അവർ തറഞ്ഞു. സുമിത്രയും കൗസല്യയും സാവധാനത്തിലാണ് നടന്നത്. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ കൗസല്യ പറഞ്ഞു, എൻ്റെ പുത്രൻ വസിക്കുന്ന ആശ്രമത്തിലേക്ക് ആവശ്യമുള്ള വെള്ളവും തലയിൽ ചുമന്ന് ഭവതിയുടെ പുത്രനായ ലക്ഷ്മണൻ ദിവസവും നടക്കുന്ന വഴിയാണിതെന്ന് എനിക്ക് തോന്നുന്നു. അവൻ രാമന്റെ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുകയാണ്. അവനത് ഭംഗിയായി ചെയ്യുന്നുണ്ടാവുമെന്നും എനിക്ക് ഉറപ്പാണ്. അവരങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരിടത്ത് ദർഭപ്പുല്ലിൽ പിണ്ടം വെച്ചിരിക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കൗസല്യ ആവേശപൂർവ്വം പറഞ്ഞു, അന്തരിച്ച പിതാവിന് വേണ്ടി മഹാനായ രാമൻ പിണ്ടം വെച്ചിരിക്കുന്നു. നോക്കൂ, ഇഹലോകത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുസരിച്ച് ഒരു ദേവനെ പോലെ ജീവിച്ച നമ്മുടെ ദശരഥ മഹാരാജാവ് തൻ്റെ പുത്രന് അർപ്പിച്ചതാകൊണ്ട് ഇങ്കുതിയും ബദലി ഫലച്ചോറും ചേർന്ന ഈ പിണ്ടത്തിൽ തൃപ്തനായിരിക്കുന്നു. ഇതിലും കൂടുതൽ സങ്കടകരമായ ഒരു അവസ്ഥ എന്താണുള്ളത്? അവർ രാമാശ്രമത്തിലെത്തി. ജടാധാരിയായി നിന്ന രാമന്റെ കാഴ്ച അവർക്കൊരാഘാതം തന്നെയായിരുന്നു.
രാമൻ ഓടിച്ചെന്ന് അമ്മമാരുടെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. അവരദ്ദേഹത്തെ സ്നേഹപൂർവ്വം തഴുകി. രാമന്റെ പിന്നാലെ ലക്ഷ്മണനും പിന്നീട് സീതയും വന്നു. കൗസല്യ സീതയെ പുത്രനിവർഷിച്ച ശേഷം തലോചിച്ചു. രാമൻ തന്റെ ഗുരുവായ വസിഷ്ഠനെ വന്ദിച്ചു. ലക്ഷ്മണനും അപ്രകാരം ചെയ്തു. ഇന്ദ്രൻ ബൃഹസ്പതിയെ പ്രമണിക്കുന്ന പോലെ രാമൻ അദ്ദേഹത്തെ പ്രണമിച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ കയ്യിലെടുത്ത് ശിരസിൽ ധരിച്ചു. ദുഃഖിതരായ ആദ്യഘട്ടം അവസാനിച്ചപ്പോൾ വസിഷ്ഠൻ രാമനോട് ഇരിക്കുവാൻ പറഞ്ഞു. രാമൻ അപ്രകാരം ചെയ്തു. രാമന്റെ അരികത്തായി ഭരതനിരുന്നു. ലക്ഷ്മണനും ശത്രുഘ്നനും അപ്രകാരം ചെയ്തു. മന്ത്രിമാരും പുരോഹിതന്മാരും എത്തിക്കഴിഞ്ഞിരുന്നു. വളരെ നേരത്തേക്ക് ആ പ്രദേശമാകെ നിശബ്ദത തളം കെട്ടി. എല്ലാവരും ഭരതനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ഒരേ അഗ്നിയിൽ നിന്നുള്ള ജ്വാലകൾ പോലെ പ്രകാശിച്ചുകൊണ്ട് ആ സഹോദരന്മാർ ഗുരുവിന് ചുറ്റുമിരുന്നു. ശ്രേഷ്ഠമായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. രാമനാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം ഭരതന്റെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അങ്ങ് ഞങ്ങളെപ്പോലെ ജഡാവൽക്കെതിരെയായി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയുവാൻ അനുസരിക്കുന്നുണ്ട്. അങ്ങയുടെ ഈ പെരുമാറ്റത്തിന് തക്കതായ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതെന്നോട് പറയുക. ഭരതൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം രാമനെ തൊഴുത് സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു. ധർമ്മനിഷ്ഠയ്ക്കും വീര്യത്തിനും ലോകമെങ്ങും പ്രസിദ്ധനായിരുന്ന മഹർഷിതുല്യനായ നമ്മുടെ പിതാവ്. എന്നാൽ അദ്ദേഹം ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് അക്ഷന്തബന്ധമായ ഒരു അപരാധം ചെയ്തുപോയി. അദ്ദേഹത്തിന് അങ്ങയിൽ നിന്നും വേർപിരിയേണ്ടിയായി വന്നു. അത് സഹിക്കുവാനാതെ അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു. കൈകേയി എന്നൊരു സ്ത്രീ കാരണം അച്ഛസ്ഫടിക സൃഷ്ടമായ തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു കളങ്കം നമ്മുടെ പിതാവിൽ നേൽക്കേണ്ടി വന്നു. ഈ പാവിഷ്ടിയായ സ്ത്രീയോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ ഫലം എന്തായി? താൻ ആഗ്രഹിച്ച രാജ്യം അവർ നേടിയില്ല. അവളെ കണ്ണിലുണ്ണി എന്നോണം സ്നേഹിച്ച അവളുടെ നാഥനെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അവളെ പോലുള്ള പാപികൾക്ക് ഒരു പ്രത്യേക നരകം തന്നെ ഉണ്ടാവും. അവളുടെ ഭാവി അതിഘോരം തന്നെയായിരിക്കുമെന്ന് തീർച്ചയാണ്. രാമ, ഈ പാപത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ ഞാൻ താണുകയാണ് അപേക്ഷിക്കുന്നു. അയോധ്യയിലേക്ക് മടങ്ങി വരുവാൻ സന്മനസ്സുണ്ടാവണേ. അങ്ങയ്ക്ക് ആവശ്യപ്പെട്ട രാജ്യം സ്വീകരിക്കണേ. അങ്ങയ്ക്ക് കിരീടധാരണം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഈ അപേക്ഷ ചെയ്യുവാൻ വേണ്ടിയാണ് ഇക്കണ്ട ജനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരെയും എപ്പോഴും പ്രീതിപ്പെടുത്തുക എന്നത് അങ്ങയുടെ സഹജന സ്വഭാവമല്ലേ? ആ പ്രശസ്തി നിലനിർത്തി എൻ്റെ ആഗ്രഹം സഫലമാക്കി തന്നാലും ഞങ്ങളുടെ ആഗ്രഹം അങ്ങത് നിഷേധിക്കരുത്. നഗരത്തിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ പിതാവ് ചെയ്തതുപോലെ പ്രജോപാലനം ചെയ്യുക. എല്ലാവരെയും സുഖീകരിക്കുവാനുള്ള കഴിവ് അങ്ങേക്കെന്നോണം എനിക്ക് പോലുമില്ല. എല്ലാം വളരെ വ്യക്തമായി പറയുവാൻ ഭരതൻ വളരെ ക്ലേശിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അത്ര ദുഃഖം അദ്ദേഹത്തെ അനുഭവിച്ചിരുന്നു. ഇടവിടാതുള്ള കരച്ചിൽ, തൻ്റെ അമ്മയോടുള്ള കോപം, ലോകാപതയെപ്പോലെ മനോവിഷമം എന്നിവയുള്ള രാജകുമാരനെ വല്ലാതെ അലങ്കലപ്പെടുത്തി. രാമനെ മടക്കിക്കൊണ്ടുപോടുവാൻ കഴിഞ്ഞില്ല എങ്കിലും എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വ്യാകുലനാക്കി. രാമൻ തൻ്റെ പ്രിയ സഹോദരനെ പ്രേമപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. കുഞ്ഞെ ഭരത, നീ ഒരു ഉത്കൃഷ്ട കുലത്തിലാണ് ജനിച്ചത്. നിന്റെ സ്വഭാവ ഗുണങ്ങൾ കേവലം മാനുഷികം മാത്രമല്ല, അവ ദിവ്യങ്ങളാണ്. യശസ്വിയായ ഭരത, ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന നിന്നെ പോലുള്ള ഒരുവൻ രാജലോഭം കൊണ്ട് പാപം ചെയ്തു എന്ന് എങ്ങനെ പറയും? ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത അപൂർവം ചിലരിൽ ഒരാളാണ് നീ. നിന്നിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തുവാൻ ഒരിക്കലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. സത്യാവസ്ഥ മുഴുവൻ നീ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ അമ്മയെ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യരുത്. മാതാപിതാക്കൾക്ക് മക്കളെ ശാസിക്കുവാൻ പരിപൂർണ അവകാശമുണ്ട്. നമ്മുടെ വന്യപിതാവിൻ്റെ ചെയ്തികളെ പഴിക്കുവാൻ നിനക്ക് അധികാരമില്ല. നിന്നെ രാജാവായി വാഴിക്കുവാനോ എന്നെ കാട്ടിലേക്ക് അയക്കാനോ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ധർമ്മിഷ്ഠരായവർ തൻ്റെ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം. കാട്ടിലേക്ക് പോകൂ എന്നവർ പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുവാൻ എന്നെ കൊണ്ടാവുമോ? നീ രാജ്യം ഭരിക്കണമെന്നും 14 വർഷം താൻ കാട്ടിൽ വസിക്കണമെന്നാണ് കൽപ്പന. മഹാനായ ദശരഥ ചക്രവർത്തി നമ്മോടിങ്ങനെ കൽപ്പിച്ച് തൻ്റെ പൂർവ്വപിതാക മഹാന്മാരോടൊത്ത് ചേർന്നിരിക്കുന്നു. നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹം നിറവേറ്റുന്നതാണ് നിന്റെ കടമ. രാജ്യം നിന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ നിനക്ക് ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ആവില്ല. ഈ കുറേ വർഷങ്ങൾ ഞാൻ ദണ്ഡകാരനെ തന്നെ ഇരിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ ആവുകയും ചെയ്യും. ജീവിതത്തിൽ എൻ്റെ ഏക ലക്ഷ്യം എൻ്റെ അച്ഛൻ്റെ അനുസരണയിക്കലാണ്. ഈ 3 ലോകവും നഷ്ടപ്പെട്ടാലും അതിലൊരു ഭ്രമവും എനിക്കുണ്ടാവില്ല. രാത്രിയോടൊത്തുതിനാൽ അവർ സായാഹ്ന സന്ധ്യാവതനം നടത്തി ആശ്രമത്തിലേക്ക് മടങ്ങി. രാത്രി അവസാനിക്കുന്നില്ലെന്ന് എല്ലാവർക്കും തോന്നി. ആ രാത്രി ആരും ഉറങ്ങിയതേയില്ല.
തലേനാളത്തെ പോലെ അവർ അതേ സ്ഥലത്ത് ഒത്തുകൂടി. ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. ഭരതൻ ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ വാക്കുകൾ ഞാൻ പതുക്കി പറയാം. എൻ്റെ അമ്മ ആഗ്രഹിച്ച പ്രകാരം രാജ്യം അവർക്കായി നൽകപ്പെട്ടു. അതിപ്പോൾ എൻ്റേതുമാണ്. ഞാനത് സമ്മതിക്കുന്നു. അതിനെ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുവാൻ എന്നെ അനുവദിച്ചാൽ അത് അങ്ങയുടേതാവുക. അതിവർഷത്താലുണ്ടായ വെള്ളച്ചാട്ടപ്പൊക്കം മൂലം വരം മുറഞ്ഞ് ജലാശയം പോയിരിക്കുന്നു ആ ഈ രാജ്യം. മുറിഞ്ഞുപോയ ശകലങ്ങൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുവാൻ ശ്രമിച്ചാൽ ഈ കഴുത ഉത്തമാശ്വത്തെ അനുകരിക്കും പോലെ, അഥവാ ഒരു കുരുവി ഗരുഡനെ പോലെ ഉന്നതാകാശത്തിൽ പറക്കുവാൻ ശ്രമിക്കുന്ന പോലെയായിത്തീരും. തനിക്കൊത്ത ഈ വൃക്ഷക്കൊമ്പിലെ പുഷ്പാദികൾ പറിക്കുവാൻ നോക്കുന്ന ഒരു മുണ്ടനെ പോലെയാവൂ ആ സ്ഥിതി. അങ്ങയുടെ മറുപടിക്കായി ഉത്കണ്ഠപൂർവ്വം കാത്തിരിക്കുന്ന എന്നിലും അയോധ്യാവാസികളിലും അങ്ങയ്ക്ക് കനിവുണ്ടായാലും. രാമൻ വളരെ ദുഃഖിതനായി തീർന്നു. പക്ഷേ ധർമ്മമാർഗത്തിൽ നിന്ന് ആളുമാത്രം വ്യതിചലിക്കാത്ത അദ്ദേഹത്തിന് അനുരഞ്ജ മാർഗത്തിൽ അവലംബിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഹൃദയശുദ്ധിയും ദൃഢചിത്തതയുമുള്ള രാമന് ഇതുകൊണ്ടൊന്നും ഒരു കുലക്കവും ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു: നിന്റെ ഈ വിഷമാവസ്ഥയിൽ എനിക്കും അനുകമ്പയുണ്ടെന്ന് നീ വിചാരിക്കേണ്ട. ഞാനത് നല്ലപോലെ മനസ്സിലാക്കുന്നു. എന്നാലും എൻ്റെ കുഞ്ഞെ, ഒരു മനുഷ്യനും തന്നിഷ്ടം ചെയ്യുവാൻ അനുവാദമില്ല. മനുഷ്യൻ സ്വതന്ത്രനല്ല. വിധി അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്താടുന്നു. വിധിയുടെ ഗതിയെപ്പറ്റി ആർക്കും വിധി കൽപ്പിക്കുവാനാവില്ല. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. സൂക്ഷിച്ചു വെച്ചത് ചിന്നിച്ചിതറച്ചു പോകുന്നു. മാളികാമുകിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് കേട്ടിട്ടില്ലേ? കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വെക്കുന്നതും ഭവാനാണ്. ജനിച്ചാൽ മരണമുണ്ടാവുന്നത് തീർച്ചയാണ്. പഴുത്ത ഫലങ്ങൾക്കിടയിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതുപോലെയാണ് മനുഷ്യനും മരണവും. ബലമുള്ള അടിത്തറയിൽ ബലിഷ്ഠമായൊരു ഗൃഹം നിർമ്മിച്ചു എന്ന് വിചാരിക്കുക. അതും കാലാന്തരത്തിൽ ബലഹീനനും പഴഞ്ചനുമായി തീരുന്നു. മനുഷ്യർ വൃദ്ധരാകുന്നു. ചിന്താശക്തി ക്ഷയിക്കുന്നു. മരണം അവരെ പിടികൂടുന്നു. കഴിഞ്ഞുപോയ രാത്രി ഒരിക്കലും തിരിച്ചു വരില്ല. വെള്ളപ്പൊക്കത്തെ സമുദ്രത്തിലേക്ക് കുതിച്ചു പോകുന്ന ഗംഗാജലം ഒരിക്കലും തിരിച്ചു വരില്ല. ഭരത, ഭൂമിയിലെ ഈർപ്പം സൂര്യതപത്താൽ കുറഞ്ഞു വരുന്നു. അതുപോലെ മനുഷ്യന്റെ നിലനിൽപ്പും ദിനംപ്രതി കുഴിഞ്ഞു വരുന്നു. നിന്റെയും എൻ്റെയും ജീവിതകാലം അതിവേഗം കുറഞ്ഞു വരികയാണ്. എൻ്റെ കുഞ്ഞെ, ഈശ്വര ചിന്തിക്കും. മറ്റൊരുവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് കാലം കഴിക്കരുത്. മരണം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. നമ്മുടെ ദീർഘമായ ജീവിതയാത്രയിലും അത് നമ്മോടൊപ്പം തന്നെയുണ്ട്. ചർമ്മം ചുളിയുന്നു, മുടി നരയ്ക്കുന്നു. വാർദ്ധക്യം മനുഷ്യനെ ബലഹീനനും നിസ്സഹായനുമാക്കി തീർക്കുന്നു. സൂര്യോദയവും സൂര്യാസ്തമയം കണ്ട് മനുഷ്യർ ആനന്ദിക്കുന്നു. എന്നാൽ ഓരോ സൂര്യോദയവും ഓരോ സൂര്യാസ്തമയവും അവൻ്റെ ജീവിതത്തിലെ ഒരു നാൾ കുറയ്ക്കുന്നതാണെന്ന് അവർ ഓർക്കുന്നില്ല. ഋതുക്കൾ വരികയും പോവുകയും ചെയ്യുന്നു. ഓരോ ഋതുവും അതേതിൻ്റെതായ മനോവഞ്ചയുണ്ട്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പങ്ക് അത് അപഹരിക്കുകയാണ്. വിശാലമായി കിടക്കുന്ന സമുദ്രത്തിന് മീതെ ഒഴുകുന്ന രണ്ട് തടിക്കഷ്ണങ്ങൾ ഒന്നിച്ചു കൂടുന്നു. അല്പസമയത്തിനു ശേഷം അവ വേറിട്ട് പോകുന്നു. മനുഷ്യനും അവൻ്റെ ഭാര്യാപുത്രന്മാർ, ബന്ധുക്കൾ, ധനം ഇത്യാദികളും അതുപോലെ തന്നെയാണ്. കൂടിച്ചേർന്നാൽ തമ്മിൽ പിരിയാതെ വയ്യ. അതും പ്രകൃതി നിയമമാണ്. വിധിയുടെ ഗതിയെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. മരിച്ചവനെ പറ്റി കേഴുന്നത് കൊണ്ട് അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ല. ഒഴുകിപ്പോയ മലവെള്ളം ഒരിക്കലും തിരിച്ചു വരാത്തതുപോലെ കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ജീവിത രക്ഷയും ഒരിക്കലും തിരിച്ചു വരില്ല. ഇതെറിഞ്ഞ് മനുഷ്യൻ തൻ്റെ പരോകാല പ്രാപ്തിയെ ചിന്തിക്കണം. വിഹിത മാർഗങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗപ്രാപ്തിക്ക് അർഹത നേടണം. നമ്മുടെ പിതാവ് കുറ്റമറ്റ ഒരു ജീവിതമാണ് നയിച്ചത്. പല ധാർമ്മിക പ്രവൃത്തികളും ചെയ്ത് അദ്ദേഹം സ്വർഗം നേടി. അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം ദീർഘിച്ച് സന്തുഷ്ടമായൊരു ജീവിതം നയിച്ചു. അദ്ദേഹം ഇപ്പോൾ ദേവന്മാരോട് ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്താൽ നാം ദുഃഖിക്കേണ്ടതില്ല. അദ്ദേഹം തൻ്റെ ജീർണിച്ച ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ബ്രഹ്മലോകത്തിലാണ്. നമ്മുടെ അച്ഛന് വേണ്ടി നാം ഇനി കരയരുത്. ഒരു ധീരനായ മനുഷ്യൻ ഏത് സന്ദർഭത്തിലും കരയുകയോ അപഹാര്യമായി തീർന്നതിനെ ദുഃഖിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള നമ്മുടെ അച്ഛൻ ആഗ്രഹിച്ചത് നീ രാജ്യം ഭരിക്കണമെന്നാണ്. ഞാൻ വനവാസം അനുഷ്ഠിക്കാനും. മകനെ മനസ്സിലാക്കൂ. അയോധ്യയിലേക്ക് തിരിച്ചു പോകും. രാജ്യഭാരം കയ്യിലേൽക്കും. എൻ്റെ തീരുമാനവും എൻ്റെ മനസ്സും നീ അറിഞ്ഞുവല്ലോ. എൻ്റെ ഈ വനവാസ ജീവിതം ഞാൻ ഉപേക്ഷിക്കില്ല. പിതാവിനെ അനുസരിക്കാതിരിക്കുക എന്നത് എല്ലാ ധർമ്മങ്ങൾക്കും ഘടകവിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പന നമ്മൾ രണ്ടുപേരും ശിരസാ വഹിക്കണം. സ്വർഗപ്രാപ്തിക്കുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. നീ ഇത്ര കാലവും നടന്ന ധർമ്മമാർഗത്തിൽ കൂടി തന്നെ ഇനിയും ചരിക്കുക. നമ്മുടെ പിതാവ് നിന്നോട് പറഞ്ഞത് നീ ചെയ്യുക. ഞാനും അത് തന്നെ ചെയ്യും. രാമൻ സംസാരം നിർത്തി. കുറേ നേരത്തേക്ക് ആരുമൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജ്ഞാനപ്രദങ്ങളായിരുന്നു, അതേസമയം കരുണാർത്ഥവുമായിരുന്നു. ഭരതനൊന്നും പറയുവാനില്ലാതെയായി. എങ്കിലും ഭരതൻ വീണ്ടും പറഞ്ഞു നോക്കി. രാമ, ഇന്ദ്രൻ നിഗ്രഹം ചെയ്ത് അങ്ങയെപ്പോലെ ആവാൻ ആർക്കാണ് കഴിയുക? ഒന്നിനും അങ്ങയെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവർക്ക് പ്രയാസമായത് അങ്ങയ്ക്ക് അങ്ങനെയില്ല. സാധാരണക്കാർക്ക് ഇഷ്ടമായതൊന്നും അങ്ങയെ സന്തോഷിപ്പിക്കില്ല.
സകല സുൽസകരണ സമൃദ്ധനായ രാജാവ് അവകാശിയായ അങ്ങിത ഈ ആശ്രമത്തിൽ ഒരു താമസനെ പോലെ ജീവിക്കുന്നു. ഏറ്റവും സംതൃപ്തനും പ്രശാന്തനുമായി കാണപ്പെടുകയും ചെയ്യുന്നു. ഈ വിധത്തിലുള്ള ജ്ഞാനം മറ്റാർക്കാണ് ഉണ്ടാവുക? ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും ഒരുപോലെ കാണുന്ന അങ്ങ് മറ്റാർക്കു വേണ്ടി ഈ ഒരു ഭാവപ്രകടനം കാണിക്കുകയാണ്? ഞാനും എൻ്റെ അമ്മയും ചെയ്ത പാപത്തിന് ഞങ്ങളെ രക്ഷിക്കണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങത് ചെയ്യണം. എൻ്റെ കൈകൾ ധർമ്മത്താൽ ബന്ധങ്ങളാണ്. അവർ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കുവാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. പൂർവ്വപിതാക്കൾ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ചരിച്ചു പോകുന്ന ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ച ഞാൻ അവവാദത്തിൻ്റെയും ദുഷ്യത്തിൻ്റെയും മാർഗം എങ്ങനെ സ്വീകരിക്കും? എൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു. മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ഒരു വിധി കൽപ്പിക്കുവാൻ ഞാൻ അശക്തനാണ്. എന്നാലും ഞാൻ പറയുന്നു, ധർമ്മപരാംഗതനായ അദ്ദേഹം ഒരു സ്ത്രീയുടെ പിടിവാശിക്ക് വശംവദനായി ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. പരക്കെ ദ്രോഹമായൊരു തെറ്റ്. മനുഷ്യന് പ്രായാധിക്യത്തിൽ ചിന്താശക്തി നഷ്ടപ്പെട്ടുമെന്ന് ചൊല്ലുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ അത് സത്യമായി തീർന്നിരിക്കുന്നു. ചിന്താശക്തനായാലോ ദീർഘദൃഷ്ടി ഇല്ലായികയായാലോ അച്ഛനൊരു പാപകർമ്മം ചെയ്തു. അത് തിരുത്തി അച്ഛൻ്റെ പേര് രക്ഷിക്കേണ്ടത് അങ്ങയുടെ ചുമതലയാണ്, ഒരു പുത്രൻ്റെ ചുമതല. പിതാവിൻ്റെ സൽപ്പേര് നിലനിർത്തുന്നവരാണ് ഒരു യഥാർത്ഥ പുത്രൻ. രാജാവ് രാജ്യത്തോട് ചെയ്തതുപോലെ അനീതിയെ തിരുത്തേണ്ട ഭാരം അങ്ങ് ഏറ്റെടുക്കണം. അദ്ദേഹത്തിൻ്റെ പേര് രക്ഷിക്കുകയും വേണം. കാടും നാടും തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? ക്ഷത്രിയന്റെ ധർമ്മവും ഈ ജഡയും തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? അങ്ങയുടെ ഈ വേഷവും രാജ്യഭാരണവും തമ്മിൽ എന്താണുള്ളത്? അങ്ങ് ശരിയായ മാർഗം അനുവർത്തിക്കണം. സന്യാസികൾക്ക് ചേർന്ന് ഈ ജീവിതചര്യ അങ്ങ് അവസാനിപ്പിക്കണം. അങ്ങ് ലോകം ഭരിക്കണം. ക്ഷത്രിയന്റെ പ്രഥമ കർത്തവ്യം പ്രജാപാലനമാണ്. ജീവിത സായാഹ്നത്തിൽ സ്വീകരിക്കേണ്ടതും അതുതന്നെയാണ്. എല്ലാവരും കൊണ്ടും ഞാൻ അങ്ങയുടെ താഴെയാണ്. രാജ്യം ഭരിക്കുവാൻ തക്ക പ്രാപ്തി എനിക്കില്ല. അങ്ങ് മാത്രമാണ് അതിന് യോഗ്യം. കിരീടധാരണത്തിന് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ എൻ്റെ പക്കലുണ്ട്. അങ്ങയ്ക്ക് കിരീടധാരണം ചെയ്യുവാൻ ഗുരു വസിഷ്ഠനെയും ഋത്തുക്കളെയും അനുവദിക്കുക. അത് കണ്ട് ഞങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. അതിനായിട്ടാണ് അയോധ്യ നിവാസികൾ കൂട്ടത്തോടെ ഇവിടെ എത്തിയിട്ടുള്ളത്, അങ്ങയുടെ കിരീടധാരണ മഹോത്സവം കാണുവാൻ. ഒരിക്കൽ അവർ വഞ്ചിതരായി. ഇപ്പോഴെങ്കിലും അവരെ സന്തോഷിപ്പിക്കേണ്ടത് അങ്ങയുടെ കൂടെ കടമയാണ്. അയോധ്യയിലേക്ക് മടങ്ങി വന്ന് സിംഹാസനം സ്വീകരിക്കുക. അങ്ങയുടെ ഏത് തുച്ഛമായ ആഗ്രഹവും സാധിച്ചു തരുവാൻ അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ അങ്ങയ്ക്ക് ചുറ്റുമുണ്ടാവും. ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം തള്ളിക്കളയരുതേ. അങ്ങത് നിരസിച്ചാൽ ഞാൻ അയോധ്യയിലേക്ക് മടങ്ങില്ല. ലക്ഷ്മണനെ പോലെ ഞാനും അങ്ങയെ ശുശ്രൂഷിച്ച് കാട്ടിൽ തന്നെ വസിക്കും. രാമനത് സമ്മതമായില്ല. അദ്ദേഹം ഉറച്ചിരുന്നു. ഒന്നിനും ആർക്കും അദ്ദേഹത്തെ ഇളക്കുവാനായില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അവർ ദുഃഖിതരായി. എങ്കിലും ഒന്നുകൊണ്ടും ഇളകാതെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അഭിനന്ദിക്കാതിരിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. രാമൻ ഭരതനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. തലയും താഴ്ത്തി നിൽക്കുന്ന ഭരതൻ്റെ ശിരത്തിൽ അദ്ദേഹം സ്നേഹപൂർവ്വം തലോടി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നമ്മുടെ അച്ഛനെ പോലുള്ള ഒരു പിതാവിൻ്റെ പുത്രൻ ഇങ്ങനെയുള്ള വാക്കുകളെ പറയും. നിനക്കറിയാത്തതായ ഒരു കാര്യം ഞാൻ പറയട്ടെ. വളരെ കാലം മുമ്പ് നമ്മുടെ അച്ഛൻ നിന്റെ അമ്മയെ പരിഗ്രഹിക്കുമ്പോൾ വധുവിൻ്റെ അച്ഛനായ അശ്വപതിയോട് കൈകേയിയുടെ പുത്രകിരീട ധാരണം ചെയ്യിക്കാമെന്ന് ഏറ്റിരുന്നു. കേകേയ രാജാവിനോട് വാഗ്ദാനം ചെയ്ത കന്യാശുൽക്കം അതായിരുന്നു. ഇതിനും പുറമെ സ്വർഗത്തിലുണ്ടായ ഒരു യുദ്ധത്തിൽ വെച്ച് നിന്റെ അമ്മ നമ്മുടെ അച്ഛനെ രക്ഷിച്ചിട്ടുമുണ്ട്. അതിനവൾക്ക് 2 വരങ്ങൾ നൽകുകയുണ്ടായി. അതാവശ്യപ്പെട്ടാൽ അവൾക്ക് പൂർണ്ണമായ അവകാശവുമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചെറിയമ്മ രാജാവിനോട് ഇത് ആവശ്യപ്പെട്ടത്. രാജാവ് പ്രതീക്ഷിച്ചതില്ലെന്ന് മാത്രം. എന്നാലും അത് നിരാകരിക്കുവാൻ വയ്യാത്തതാണല്ലോ. രാജ്യം നിനക്കും വനവാസം എനിക്കുമാണ്. രാജാവ് ശബ്ദത്താൽ ബദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അംഗീകരിക്കുകയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് വഴങ്ങുകയോ എനിക്ക് കരുണമായിട്ടുള്ളൂ. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നീ അയോധ്യയിൽ മടങ്ങിച്ചെന്ന് രാജ്യം ഭരിച്ചാലേ അച്ഛൻ്റെ സത്യവാക്കാവുകയുള്ളൂ. അച്ഛൻ വാക്കുപാലിക്കാൻ നീ മടങ്ങിപ്പോവുക തന്നെ ചെയ്യണം. അധർമ്മമാകുന്ന പാപത്തിലേക്ക് നമുക്ക് അച്ഛനെ രക്ഷിക്കണം. അതിനിതേ വഴിയുള്ളൂ. എന്നോടൊപ്പം ലക്ഷ്മണനുണ്ട്, നിനക്ക് ശത്രുഘ്നനും. അച്ഛൻ കൽപ്പിച്ചത് നമുക്ക് 4 പേർക്കും കൂടി ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൽപ്പേര് നിലനിർത്താം. അച്ഛൻ പറഞ്ഞതനുസരിച്ച് എന്നും നമുക്ക് സമാധാനിക്കാം. യാഥാർത്ഥ്യം പറഞ്ഞാൽ ഈ ഒരു മാർഗമേ നമുക്ക് മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളൂ. ഭരതനു വേണ്ടി ഇടപെട്ടുകൊണ്ട് വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, രാമ, ഞാൻ അങ്ങയുടെ ഗുരുവാണ്. വംശത്തിലെ ഉത്തമ സന്താനമായ അങ്ങയോട് ആ വംശത്തെപ്പറ്റി ചിലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വംശത്തിൽ അവകാശി എപ്പോഴും മൂത്ത പുത്രനാണ്. ഇതൊരു നിയമമാണ്. ഇതിനെ അത് ലംഘിക്കുക ശരിയല്ല. 3 ഗുരുക്കന്മാരെയാണ് ഒരാൾ അനുസരിക്കേണ്ടത്. ഒന്ന് അച്ഛൻ, മറ്റൊന്ന് അമ്മ, മൂന്നാമത്തേത് ഗായത്രി അനുസരിച്ച് വിദ്വാനം ചെയ്തവൻ. ജീവൻ നൽകിയ അച്ഛനമ്മമാരെക്കാൾ മീതെയാണ് 3ാമതായ ഗുരു. കാരണം ഗുരുവാണ് ആത്മീയ ഉപദേശം നൽകിയിരിക്കുന്നത്. അങ്ങയോട് എന്നോട് ചില ബാധ്യതകളുണ്ട്. അതനുസരിച്ചേ തീരൂ.
ഇവിടെ കൂടിയിട്ടുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ വംശപാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി, ഭരതനു വേണ്ടി, പുറമെ എൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങി വരണം. കിരീടധാരണം നടത്തുവാൻ അനുവദിക്കണം. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ചെയ്താൽ അങ്ങയുടെ ധർമ്മത്തിന് ഒരു ന്യൂനതയും സംഭവിക്കില്ല. അയോധ്യയിലേക്ക് മടങ്ങി വരും. എല്ലാം കൊണ്ടും രാമൻ വലിയ ധർമ്മസങ്കടത്തിലായി. വസിഷ്ഠന്റെ വാക്കുകൾ അദ്ദേഹത്തെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. അദ്ദേഹത്തിന് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് രാമൻ അറിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ അനുസരിക്കാതിരിക്കാനും വയ്യ. ഏറ്റവും ബഹുമാനത്തോടു കൂടി രാമൻ ഇങ്ങനെ പറഞ്ഞു: മാതാപിതാക്കളോടുകൂടെ കടമ അതിരറ്റതാണെന്ന് ഞാൻ കരുതുന്നു. എന്നെ ഞാനാക്കിയത് അവരാണ്. സ്നേഹത്തോടും അവരാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും അവർ വഴങ്ങി. ശിശുവായിരിക്കെ അവരെന്നെ കുളിപ്പിച്ചു, തീറ്റിപ്പോറ്റി ഈ നിലയിലാക്കി. മാതാപിതാക്കളുടെ സ്നേഹം ഒരുവനും മടക്കി കൊടുക്കുവാനാവില്ല. എൻ്റെ അച്ഛൻ ദശരഥൻ അപ്രകാരമുള്ള ഒരാളായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൽപ്പന ലംഘിക്കില്ല. ഭരതന്റെ ആശ നശിച്ചു. അദ്ദേഹം സുമന്ത്രനെ നോക്കി പറഞ്ഞു: സുമന്ത്ര, എനിക്ക് വേണ്ടി നിലത്ത് ദർഭവിരിക്കുക. എൻ്റെ ജ്യേഷ്ഠൻ്റെ മനസ്സ് മാറും വരെ, അദ്ദേഹം എൻ്റെ നിർദ്ദേശം അംഗീകരിക്കും വരെ ഞാനിവിടെ ഇരിക്കാം. അദ്ദേഹം എന്നോടൊപ്പം വരാത്ത പക്ഷം ഞാൻ അയോധ്യയിലേക്ക് പോവില്ല. നിരാഹാരനായി, നിർദ്ധരനായി, ജലപാലനം പോലുമില്ലാതെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അത് തീർച്ചയാണ്. സുമന്ത്രനും ദുഃഖിതനായി. അദ്ദേഹം ദർഭപ്പുല്ല കൊണ്ടുവന്നു. രാമൻ ഒരു വാക്ക് പറയുമെന്ന് കരുതി അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹം മടിച്ചു നിൽക്കുന്നത് ഭരതൻ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ദർഭ വാങ്ങി താൻ തന്നെ അത് നിലത്ത് വിരിച്ചു. രാമൻ ദൃഢസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഭരത, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിതനാക്കുന്നത്? ധർമ്മമനുസരിച്ചുള്ള ഒരു ബ്രാഹ്മണ യാത്ര മാത്രമേ ഇങ്ങനെ പ്രയോഗാവശത്തിന് ഇരിക്കുവാൻ അർഹതയുള്ളൂ. ക്ഷത്രിയന്മാർക്ക് ഈ രീതി അനുവദിക്കപ്പെട്ടതല്ല. ഈ തീരുമാനം ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് മടങ്ങുക. ഭരതൻ അയോധ്യ നിവാസികളോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ നിശബ്ദരായി നിൽക്കുന്നത് എന്തിനാണ്? നമ്മോടൊപ്പം വരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുവിൻ. അവരുടെ പരാഭാവം അദ്ദേഹത്തെ കണ്ടു. രാമന്റെ ഇംഗിതം അവർക്ക് മനസ്സിലായി. തനിക്ക് ശരിയാണെന്ന് തോന്നിയത്ര അദ്ദേഹം ചെയ്യൂ എന്നവർക്ക് തോന്നി. അവർ അത് അംഗീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പ്രേരിപ്പിക്കുവാനാവില്ലെന്ന് അവർക്ക് ബോധ്യമായി. രാമൻ പറഞ്ഞു: ഭരത, എഴുന്നേൽക്കൂ, വരൂ, എണീറ്റ് ജലം സ്പർശിച്ച് ഈ ഭ്രാന്ത് ഉപേക്ഷിച്ച് എന്ന് പറയും. ഭരതൻ എഴുന്നേറ്റു. ജലം സ്പർശിച്ച ശേഷം ഇങ്ങനെ പറയുകയും ചെയ്തു: ലോകർ എൻ്റെ ഈ വാക്കുകൾ കേൾക്കട്ടെ. രാജ്യത്തെപ്പറ്റി ഞാൻ എൻ്റെ അച്ഛനോട് ഒരു വാക്കും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനതൊരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് വേണ്ടി രാജ്യം ആവശ്യപ്പെട്ടവൻ ഞാൻ എൻ്റെ അമ്മയെ പ്രേരിപ്പിച്ചിട്ടില്ല. വനത്തിൽ വസിക്കുവാൻ ഞാൻ രാമനെ അനുവദിക്കില്ല. നിയമം പാലിക്കണമെന്നനുസരിച്ച് നിർബന്ധമാകിയാൽ അദ്ദേഹം രാജ്യം ഭരിക്കുമെന്നും കാട്ടിൽ അച്ഛൻ നിബന്ധന ചെയ്ത കാലം മുഴുവൻ വസിച്ചു കൊള്ളാമെന്നും ഞാൻ നിർദ്ദേശിക്കുന്നു. ഭരതന്റെ വാക്ക് കേട്ട് രാമൻ സ്തബ്ധനായി നിന്നു. അദ്ദേഹം പറഞ്ഞു: എൻ്റെ അച്ഛൻ്റെ പ്രവൃത്തികളെ മാറ്റിമറിക്കുവാൻ എനിക്കോ ഭരതനോ അധികാരമില്ല. ഞാൻ കുറച്ചു കാലത്തേക്ക് കൂടി കാട്ടിൽ കഴിയണമെന്നുള്ള ദേവി കൈകേയിയുടെ ആഗ്രഹം തെറ്റല്ല, ധർമ്മത്തിന് വിരുദ്ധവുമല്ല. എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ സത്യവും ശരിയുമാണ്. എനിക്ക് ഭരതനെ അറിയാം. ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യാപ്തിയും എനിക്കറിയാം. ഗുരുക്കന്മാരോട് അദ്ദേഹത്തിന് അതിയായ ആദരവുണ്ട്. ഒരിക്കൽ പോലും അദ്ദേഹം ഒരസത്യവും പറഞ്ഞിട്ടില്ല. അധർമ്മ മാർഗത്തിലേക്ക് ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. നന്മയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കാണുവാനും ആകില്ല. എൻ്റെ പ്രവാസം കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അപേക്ഷയ്ക്ക് വഴങ്ങാം. എൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ രാജ്യം ഭരിക്കുകയും ചെയ്യാം. ഭരത, എൻ്റെ കുഞ്ഞെ, നമ്മുടെ അച്ഛന് കൈകേയിയോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയതാണ്ടായിരിക്കുന്നു. ഞാൻ പറയുന്നതനുസരിച്ച് നീ എന്നോട് സഹകരിക്കണം. നമ്മുടെ അച്ഛൻ്റെ വാക്ക് സത്യമായി തീർക്കണം. ചുറ്റുമുള്ള ഋഷിമാർ ആ ഭ്രാതാക്കളുടെ സംസാരം കേട്ട് സ്തബ്ധരായി നിന്നു. നിസ്വാർത്ഥതയിൽ അവർ തമ്മിലുള്ള മത്സരം കണ്ട് എല്ലാവരും രോമാഞ്ചം കൊണ്ട് നിന്നു. ഇപ്രകാരം കീർത്തിയോടുകൂടിയുള്ള പുത്രന്മാരുണ്ടായത് ദശരഥന്റെ ഭാഗ്യം തന്നെ. അങ്ങനെ എല്ലാവരും പറയുകയും ചെയ്തു. ആശ്വസിപ്പിക്കുന്ന സസ്വരത്തിൽ അവർ ഭരതനോട് പറഞ്ഞു: ശ്രേഷ്ഠനായ ഭരത, മഹത്തായ ഒരു രാജവംശത്തിലെ ഉത്തമ സന്തതിയാണെന്ന്. അങ്ങ് ബുദ്ധിമാനാണ്. ചെറുപ്പകാലം തൊട്ട് ധർമ്മശാസ്ത്രങ്ങളിലെ നിഗൂഢതകളെപ്പറ്റി പഠിച്ചു വളർന്നവനാണ്. രാമൻ പറഞ്ഞത് ശരിയാണ്. സ്വന്തം പിതാവിന്റെ മാനം കാക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ രാമന്റെ വാക്കുകൾ സത്യമായി വരുന്നത് കാണുന്നതിന് മുമ്പായി തന്നെ ദശരഥ മഹാരാജാവ് ഇഹലോകലസം പിടിഞ്ഞു. രാമന്റെ വാക്കുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങ് അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ച് നടക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഋഷിമാരുടെ വാക്കുകൾ കേട്ട് രാമൻ അത്യന്തം സന്തുഷ്ടനായി. തന്റെ പ്രിയ സഹോദരൻ ഭരതനുമായി ദീർഘവും ദുഃഖകരവുമായ നിരവധി വിവാദങ്ങൾക്കിടയിൽ തനിക്ക് ആദ്യമായി ലഭിച്ച അംഗീകാരമായിരുന്നു അത്. ഇതുതന്നെയായിരുന്നു രാമന്റെ സന്തോഷത്തിന് കാരണം. സന്തോഷത്തോടു കൂടിയ ഒരു സുമന്ദഹാസം അദ്ദേഹത്തിന്റെ മുഖത്ത് കളിയാടി. അദ്ദേഹം ഋഷിമാരെ മനസ്സാ അഭിനന്ദിച്ചു. എന്നിട്ടും ഭരതൻ തന്നെ നിലമാറ്റിയില്ല. അദ്ദേഹം രാമനോട് മനസ്സ് മാറ്റുവാൻ ആവശ്യപ്പെട്ടു. രാമൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഭരതൻ അപ്പോഴും രാമന്റെ മുമ്പിൽ നമസ്കരിച്ച് കിടക്കുകയായിരുന്നു. രാമൻ അദ്ദേഹത്തെ അങ്കുലപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു:
രാജ്യം ഭരിക്കുവാനില്ലെന്ന് പറയരുത്. നിന്നോടൊപ്പം തിരിച്ചു വരണമെന്ന് പറയുകയും അരുത്. നീ ബുദ്ധിമാനാണ്, ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവനാണ്. ഈ ഭൂമി മാത്രമല്ല, 3 ലോകങ്ങൾക്കും ഭരിക്കുവാനുള്ള പ്രാപ്തിയും നിനക്കുണ്ട്. നിനക്കതിനെപ്പറ്റി വിഷാദിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അച്ഛൻ്റെ രാജസദസ്സിൽ ഉപദേശകന്മാരുമായിരുന്നവർ നിന്നോടൊപ്പമുണ്ട്. അവർ നിന്നെ സഹായിക്കും. എന്നെ നിന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അങ്ങനെയുള്ള ഒരു ആശ നീ ഉപേക്ഷിക്കുക തന്നെ വേണം. ഭരത, ചന്ദ്രൻ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടേക്കാം. ഹിമവാനിലുള്ള മഞ്ഞുകെട്ടി ഉരുകി ഇല്ലാതായേക്കാം. സമുദ്രം അതിൻ്റെ അതിര് ലംഘിച്ചേക്കാം. എന്നാൽ എൻ്റെ അച്ഛന് നൽകിയ വാഗ്ദാനം ഞാൻ ലംഘിക്കുകയില്ല. കുഞ്ഞേ, നിന്റെ അമ്മ അപ്രകാരം ചെയ്തത് അവളുടെ അതിയായ തൃഷ്ണ കൊണ്ടോ നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ആയിരിക്കാം. അത് അപ്രധാനമാണ്. നിന്റെ ചുമതല അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് രാജ്യം ഭരിക്കുന്നതിലാണ്. ഭരതന്റെ മുഖം ദുഃഖവിവശമായി തീർന്നു. രാമനെ കൂടാതെ നഗരത്തിലെത്തിക്ക് മടങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം ഒത്തിരി വീർപ്പുമുട്ടി. കണ്ണിൽ നിറഞ്ഞ ജലം അദ്ദേഹം കൈത്തലം കൊണ്ട് തുടച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്നോട് കൽപ്പിച്ചു, എനിക്കൊരച്ഛനെ പോലെയാണ് അങ്ങ്. അങ്ങ് ചെയ്യുവാൻ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ എനിക്കായി രാജ്യം സ്വീകരിക്കില്ല. രാമന് കാട്ടിൽ വെച്ച് പട്ടാഭിഷേകം ചെയ്യുവാനായി കൊണ്ടുവന്ന സാമഗ്രികളിൽ നിന്നും സ്വർണം കെട്ടിയിട്ടുള്ള ഒരു ജോഡി മെതിയടികൾ ഭരതൻ തിരിച്ചു പിടിച്ചു. ആ ചടങ്ങിൽ രാമൻ അവ ധിക്കരിക്കുമെന്ന് ഭരതൻ വിചാരിച്ചിട്ടുണ്ടാവണം. അദ്ദേഹത്തോട് പറഞ്ഞു, സ്വർണം കിട്ടിയ പാദുകങ്ങൾ ഇതാ. ഒരു നിമിഷം അതിന്മേൽ നിൽക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ പാവന പാദങ്ങളുടെ സ്പർശനം കൊണ്ട് അവ പവിത്രഗീതങ്ങളാവും. ലോകം ഭരിക്കുവാനുള്ള ഭാരം അവ ഏൽക്കുകയും ചെയ്യും. രാമൻ ഭരതനെ നോക്കി മന്ദഹസിച്ചു. ഭരതൻ ആവശ്യപ്പെട്ട പോലെ ഒരു നിമിഷം അതിൻ്റെ കയറി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം അവ ഭരതന് കൊടുത്തു. ഭരതൻ പാദകങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഞാനും അങ്ങയെപ്പോലെ 14 വർഷം മരവുരിയും മാന്തോലും ഉടുത്ത് അത് മാത്രം ധരിക്കുകയും ചെയ്യും. അങ്ങയുടെ ജട നീങ്ങും വരെ ഞാനും ജട ധരിക്കും. അങ്ങ് മടങ്ങി വരുവാനായി ഞാൻ കാത്തിരിക്കും. ഞാൻ അയോധ്യാപുരയ്ക്ക് പുറത്തു വസിക്കും. എൻ്റെ ഭക്ഷണം കായകളും കിഴങ്ങുകളുമായിരിക്കും. ഈ പാദുകങ്ങളെ ഞാൻ സിംഹാസനത്തിൽ വയ്ക്കും. അങ്ങയുടെ പ്രതീകമായിരിക്കും അവ. അങ്ങയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ രാജ്യം ഭരിക്കും. അങ്ങയുടെ വനവാസം കഴിയുന്ന ദിവസം അങ്ങയെ കണ്ടില്ലെങ്കിൽ കത്തുന്ന തീയിൽ ചാടി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങിത് മനസ്സിൽ വെക്കണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. രാമൻ പറഞ്ഞു, അപ്രകാരം തന്നെ ആവട്ടെ. അദ്ദേഹം ഭരതനെയും ശത്രുഘ്നെയും ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭരത, ഞാൻ പറയുന്ന ഓർമ്മ വയ്ക്കുക. നീ നിന്റെ അമ്മയെ ബഹുമാനിക്കണം. അവളോട് ബഹുമാനപൂർവ്വം പെരുമാറണം. ഈ കോപവും താപവും വച്ചു പുലർത്തരുത്. അപ്രകാരം ചെയ്യാമെന്ന് നീ എന്നെയും സീതയും സാക്ഷിയാക്കി സത്യം ചെയ്യണം. ശ്രേഷ്ഠനായ ഭരതനെ വിട്ട് പിരിയുന്നത് ഓർത്തപ്പോൾ രാമൻ്റെ കണ്ണുകൾ ആശ്രപൂർണ്ണകളായി. ഭരതൻ പാദങ്ങൾ കയ്യിലെടുത്ത് ഭക്തിയോട് അവ ശിരസിലേറ്റി രാമനെ പ്രദക്ഷിണം വെച്ചു. അങ്ങനെ 3 തവണ പ്രദക്ഷിണം വെച്ച ശേഷം അദ്ദേഹം നിശ്ചലനായി നിന്നു. രാമൻ തന്നെ കാണുവാൻ വന്നവരിൽ ഓരോരുത്തരോടും പ്രത്യേകം കണ്ട് സ്നേഹപൂർവ്വം സംസാരിച്ചു. ഒടുവിൽ അദ്ദേഹം കണ്ണീർ വെള്ളം തുടിച്ചുകൊണ്ട് അമ്മമാരോടും സുമന്ത്രനോടും യാത്ര പറഞ്ഞു. അവർക്ക് തമ്മിൽ പിരിയേണ്ട സമയമായി. യാത്ര പറയൽ ഇരു കൂട്ടുകാർക്കും വേദനാജനകമായിരുന്നു. അവർ പോയ ശേഷം രാമൻ വേച്ച് ആശ്രമത്തിനുള്ളിലേക്ക് നടന്നു. ബന്ധുക്കളോടും തൻ്റെ പ്രജകളോടുമുള്ള വിരഹം അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു അതിർത്തി വരെ ഭരതന് സന്തോഷമായി. രാമനെ കൂടെ കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നത് ശരി തന്നെ. എന്നാൽ സിംഹാസനത്തിലേക്ക് ഏറുക എന്ന പാപം ഒഴിവാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാമൻ്റെ പാദകങ്ങളാണ് രാജ്യം ഭരിക്കുക. താൻ രാജാവിൻ്റെ ഒരു ഭൃത്യൻ മാത്രം. പാദകങ്ങൾ ശിരസിൽ വെച്ച് അദ്ദേഹം രഥത്തിൽ കയറി. ശത്രുഘ്നൻ അദ്ദേഹത്തെ പിന്തുടർന്നു. വസിഷ്ഠനും മന്ത്രിമാരും മുമ്പിൽ നടന്നു. ചിത്രകൂട പർവ്വതത്തിൽ വലം വെച്ച് മന്ദാകിനി നദി കിടന്ന ശേഷം അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. വളരെയേറെ ഭുജഭാജങ്ങൾ കടന്ന് ഭരദ്വാജാശ്രമത്തിലെത്തി. അന്ന് അവിടെ തങ്ങുവാൻ ഭരതൻ നിശ്ചയിച്ചു. അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി ഋഷിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. ഭരദ്വാജൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, അങ്ങ് രാമനെ കണ്ടുപോകും. അങ്ങയുടെ ഉപദേശം സാധിച്ചു. ഭരതൻ മുഖം താഴ്ത്തി. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു,
എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ പലവരെ കേണപേക്ഷിച്ചു നോക്കി, എന്നാലും നിഷ്ഫലമായി. ഗുരു വസിഷ്ഠനും പറഞ്ഞു നോക്കി, എന്നാൽ അതെല്ലാം നിഷ്ഫലമായി. അദ്ദേഹത്തോടും രാമൻ ഇങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ തീരുമാനത്തിൽ ഞാൻ ദൃഢവൃതനാണ്. എനിക്കെൻ്റെ അച്ഛൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതുണ്ട്. 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയോധ്യയിലേക്ക് മടങ്ങി വരും. അങ്ങയുടെ ആഗ്രഹം പോലെ രാജ്യം ഭരിക്കുകയും ചെയ്യും. എന്നാൽ അതുവരെ എൻ്റെ തീരുമാനത്തിന് ഇളക്കമില്ല. രാമൻ്റെ പാദങ്ങൾ കൊണ്ട് പവിത്രീകരിച്ച പാദുകങ്ങൾ സിംഹാസനത്തിൽ വയ്ക്കുവാനായി നൽകുവാൻ ഗുരു നിർദ്ദേശിച്ചു. രാമൻ അത് സമ്മതിക്കുകയും ചെയ്തു. രാമൻ കയറി നിന്ന പാദുകങ്ങൾ ലഭിച്ചപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു ഛായയെങ്കിലും എനിക്കുണ്ടായി. പാദുകങ്ങൾക്ക് ഞാൻ പട്ടാഭിഷേകം നടത്തും. ചിത്രകൂടത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളെപ്പറ്റി കേട്ട് ഭരദ്വാജൻ്റെ മനസ്സ് കോരിത്തിരിച്ചു. നിഷ്കളങ്ക സ്നേഹത്തിനും നിസ്വാർത്ഥതയ്ക്കും മത്സരിച്ചു കൊണ്ടിരുന്ന ഈ ദശരഥപുത്രന്മാരോട് അദ്ദേഹത്തിന് അത്യധികം ബഹുമാനം തോന്നി. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ ഭരത, സമുദ്രവും സ്വച്ഛവുമായ ജലം നിലഞ്ഞു നിൽക്കുന്നതും ആഴമേറിയ ഒരു തടാകം പോലെയാണിത്. ശ്രേഷ്ഠങ്ങളായ എല്ലാ ഗുണങ്ങളും വിളനിലവുമാണ്. അങ്ങ് പുത്രനായി ജനിക്കിയാൽ ദശരഥ മഹാരാജാവ് അമരനായി തീർന്നിരിക്കുന്നു. ഭരതൻ വിനീതനായി അദ്ദേഹത്തിനോട് വിടവാങ്ങുകയും അയോധ്യയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. അവർ യമുന കടന്ന് വീണ്ടും ഗംഗാതീരത്തെത്തി. ആ നദിയും അവർ കടന്നു. ഗുഹൻ ശൃംഗവീരപുരത്തു നിന്നും മടങ്ങിപ്പോയി. പിന്നീട് അവർ അയോധ്യയിലേക്കുള്ള യാത്ര തുടർന്നു. പിതാവിൻ്റെ നഗരത്തിലെ സ്വർണ്ണത്തിഴങ്ങുകളിൽ ഭരതൻ മുമ്പിൽ കണ്ടു. പിതാവിൻ്റെ അസാന്നിധ്യത്തെപ്പറ്റിയും രാമൻ്റെ പ്രവാസത്തെപ്പറ്റിയും ഓർത്ത് അദ്ദേഹം ദുഃഖത്തോടുകൂടി സുമന്ത്രനോട് പറഞ്ഞു, നഗരത്തെ നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ടവരില്ലാത്തതിനാൽ അത് നാശമുഖന്മാരെ പോലെ തോന്നുന്നു. അദ്ദേഹം പുറത്തുകൊണ്ടിരിക്കെ അവർ കവാടം നടന്നു. താമസിയാതെ അവർ കൊട്ടാരത്തിലെത്തി. ഭരതൻ രഥത്തിൽ നിന്നിറങ്ങി കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അത് ശൂന്യമായിരുന്നു. ഭരതൻ അതൊരു ദുർനിതം പോലെ തോന്നി. ദേവന്മാരാൽ ശബ്ദവും സൂര്യപ്രകാശവും ഇല്ലാത്തതുമായ ഒരു ദിവസം പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ അശ്രു നിറഞ്ഞു. അതിരറ്റു വീഴുന്നത് അദ്ദേഹം ഗൗനിച്ചില്ല. തൻ്റെ അമ്മമാരെ അന്തഃപുരങ്ങളിലേക്ക് അയക്കുവാൻ അദ്ദേഹം സഹായിച്ചു. അതിനുശേഷം സദസ്സിലെ മുതിർന്നവരെയെല്ലാം അദ്ദേഹം വിളിച്ചുകൂട്ടി. അവരോട് ഓരോരുത്തരായി പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ നന്ദി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ എല്ലാം യാത്ര പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ താമസിക്കും. സഹനശക്തി സമ്പാദിച്ച് ജ്യേഷ്ഠനോടുള്ള വിരഹതാപം ഞാൻ അകറ്റുവാൻ ശ്രമിക്കും. എൻ്റെ അച്ഛനായ മഹാരാജാവ് തൻ്റെ പൂർവ്വപിതാമഹന്മാരോട് ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ പിന്തുടരേണ്ട എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ ഒരു കാട് ഭരിക്കുകയാണ്. അദ്ദേഹമാണ് രാജാവ്. ഞാൻ അദ്ദേഹം മടങ്ങി വരുന്നത് കാത്തിരിക്കും. അതുവരെ ഈ പാതകങ്ങൾ രാജ്യം ഭരിക്കും. വസിഷ്ഠനും മറ്റുള്ളവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു. അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു, ശ്രേഷ്ഠതയുടെ ഒരു പ്രതീകമായി അങ്ങയുടെ പേരും യശസ്സും ഈ ലോകത്തിൽ ആചാദ്രതാരം നിലനിൽക്കും. അങ്ങയുടെ ഭ്രാതഭക്തി അങ്ങയുടെ മനുഷ്യരിൽ ഉത്തമനാക്കി തീർക്കുന്നു. സൽകീർത്തിയിൽ അങ്ങ് അനുഗ്രഹീതനാവട്ടെ. പിൽക്കാലത്ത് മഹസായി യശസ്സും വന്നു ചേരട്ടെ. ഭരതൻ തൻ്റെ രഥം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം സസ്നേഹവും തൻ്റെ അമ്മമാരോട് യാത്ര പറഞ്ഞു. സഹോദരന്മാരോടുകൂടി രഥത്തിൽ കയറി. രാജകീയ സദസ് അദ്ദേഹത്തെ അനുഗമിച്ചു. വസിഷ്ഠൻ പതിവ് പോലെ മുമ്പിൽ നടന്നു. പാതുക പട്ടാഭിഷേകം നന്ദിഗ്രാമത്തിൽ വെച്ചാണ് നടക്കുക എന്നറിഞ്ഞ അയോധ്യാവാസികളെല്ലാം ആ ചെറിയ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവർ നന്ദിഗ്രാമത്തിലെത്തി. ഭരതൻ മുതിർന്നവരെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ അഭിവാദ്യനായ രാമൻ എന്നെ ഈ രാജ്യത്തിൻ്റെ രക്ഷിതാവായി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഉപകാരം ഈ പാതകങ്ങൾ രാജ്യം ഭരിക്കുന്നതാണ്. പാതകങ്ങളെ വന്ദിച്ച ശേഷം അദ്ദേഹം തുടർന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവ എൻ്റെ ജ്യേഷ്ഠൻ്റെ പാവന പാദങ്ങളാണ്. വെൺകാറ്റുകുട അവയ്ക്ക് മീതെ പിടിക്കുന്നതും നേരായ മാർഗത്തിലൂടെ ചിരിക്കുവാനും അതിൽ നിന്നിൽ ഒരാളാക്കും. അതിൽ നിന്ന് വ്യതിചലിക്കിരിക്കാതിരിക്കാനും അവ എന്നെ പ്രചോദനം നൽകും. എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ അവനെ കാക്കും. താമസിയാതെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ അവയെ പാദങ്ങളിൽ അണിയുന്നത് ഞാൻ കാണും. എൻ്റെ മനസ്സ് ശാന്തി അടയുകയും ചെയ്യും. പിന്നീടെന്നും എനിക്ക് അദ്ദേഹത്തെ ഒരു ദാസൻ എന്ന നിലയിൽ പരിചരിക്കുവാൻ കഴിയും. അങ്ങനെ എൻ്റെ അമ്മ എനിക്കായി സമ്പാദിച്ച കള്ളക്കളങ്കത്തിൽ നിന്നൊഴിയുവാൻ എനിക്ക് കഴിയും. എൻ്റെ ജ്യേഷ്ഠൻ മടങ്ങി വന്ന് രാജ്യം ഭരിച്ചു തുടങ്ങിയാൽ ഒരു വലിയ ഭാരം എൻ്റെ തലയിൽ നിന്നൊഴിയും. മരപുരിയും മാന്തോലും എടുത്ത് ഭരതൻ നന്ദിഗ്രാമത്തിൽ വസിച്ചു. അദ്ദേഹം പാതകങ്ങളോട് സംസാരിച്ചു. ഒരു മനുഷ്യനോടെന്ന പോലെ അദ്ദേഹം രാജ്യസംബന്ധമായ വിഷയങ്ങൾ അവയോട് ചർച്ച ചെയ്തു, വിശദീകരിച്ചു പോന്നു. അവയോട് ആലോചിക്കാതെ അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല. രാമനോട് പ്രതിജ്ഞാബദ്ധനായിരുന്ന ഭരതൻ എല്ലാം പാതകങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു പോന്നു. ഇതോടുകൂടി ടോക്സൻസ് അവതരിപ്പിക്കുന്ന രാമായണ കഥയുടെ ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും ഇവിടെ പൂർണ്ണമായിരിക്കുന്നു.
അതെ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. സാക്ഷാൽ രാവണന്റെ എൻട്രി, ഹനുമാൻജിയുടെ കൂട്ടുകെട്ട്. അതെ, തുടരും.